ഹായ് ഫ്രണ്ട്സ്, സഹകാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയുള്ള സിലബസിലെ കേരള ഹിസ്റ്ററിയിലെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ആ ടോപ്പിക് വൈസാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി സിലബസ് നിങ്ങളുടേതായ ഒരു സ്റ്റൈലിൽ ഒന്ന് മാറ്റി എഴുതാൻ പറ്റിയാൽ അത് കുറച്ചും കൂടി നല്ലത്. അത് നിങ്ങളുടേത് സ്റ്റൈലെന്ന് പറയുന്നത്, ഇപ്പോൾ കേരള ഹിസ്റ്ററി എടുത്തു, അതിൽ ഓരോ ടോപ്പിക്ക് 1 by 1 ആയിട്ട് നിങ്ങൾ താഴെ എഴുതുക. ഓക്കെ, എന്നിട്ട് ഓരോ ടോപ്പിക്ക് നിങ്ങൾ ഏത് ലെവൽ വരെ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് നമ്മൾ പഠിക്കുകയാണ്. അപ്പം അത് നിങ്ങൾ ഒരു പ്രാവശ്യം കണ്ടോ അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടോ, എത്ര പ്രാവശ്യം കണ്ടു, നിങ്ങൾ അതിൽ ഓക്കെ ആണോ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ കണ്ടോ, കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തോ, PYQ കിട്ടിയോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾ എതുവരെ പഠിച്ചു അല്ലെങ്കിൽ നിങ്ങൾ എതുവരെ ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്നു, ഇൻഡിവിജ്വലി നിങ്ങൾ എതുവരെ ആ ടോപ്പിക്കിൽ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ തന്നെ അറിയണം, അല്ലേ? നമുക്ക് എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു നല്ലൊരു ജോബ് കിട്ടുക എന്നുള്ളത്, അല്ലേ? എത്രയും പെട്ടെന്ന് ആ ജോബിലേക്ക് എത്താൻ നമ്മൾ എക്സ്ക്യൂസുകളെ ആദ്യം കഴിവതും ഒഴിവാക്കുക. കാര്യം ഈ എക്സ്ക്യൂസുകൾ നമ്മളാണ് കണ്ടെത്തുന്നത്. അത് നമ്മളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ബാക്കി നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു നിൽക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ ആ എക്സ്ക്യൂസുകൾ നമ്മൾക്ക് തന്നെയാണ് ബാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എക്സ്ക്യൂസുകളെല്ലാം മാറ്റി നിർത്തി മാക്സിമം നിങ്ങൾ വിചാരിക്കും, ഞാൻ 6 മാസം അല്ലെങ്കിൽ 1 വർഷം ഞാൻ പഠിക്കും, ഏറ്റവും മാക്സിമം എൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ഞാൻ അതിലേക്കിടും, എത്രയും നേരത്തെ എനിക്ക് ജോലി നേടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ജോലി നേടാൻ എനിക്ക് കഴിയണം എന്നുള്ള ഓരോരുത്തരുടെയും ആത്മവിശ്വാസം അല്ലെങ്കിൽ ആവശ്യകതയാണ് നമ്മുടെ ജോലിയിലേക്കുള്ള നമ്മുടെ പ്രയാണത്തെ ഏറ്റവും എളുപ്പത്തിലാക്കുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു കഥ പോലെ, ഇപ്പോൾ കേരള ഹിസ്റ്ററിയാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ചരിത്രം, അതൊരു കഥ പോലെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കഥയുടെ ഇടയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. ഒരു കഥ പോലെ പഠിക്കുക. ഇതിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഡേറ്റുകൾ, ഫാക്റ്റുകൾ, സംഭവങ്ങൾ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അത് ഓർമ്മയുണ്ടാവും. വൺസ് ഇൻ എ വീക്ക് അത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ആ ടോപ്പിക്കിൽ തന്നെ പഠിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാസ്കോ ഡ ഗാമ ഫസ്റ്റ്ലി ലാൻഡഡ് അറ്റ് കാലിക്കറ്റ് ഇൻ ദ ഇയർ. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? അത് മറ്റൊരു ചോദ്യം. പിന്നൊരു ചോദ്യം, വിച്ച് ഷിപ്പ് വാസ് യൂസ്ഡ് ബൈ വാസ്കോ ഡ ഗാമ ഡ്യൂറിങ് ഹിസ് ഫസ്റ്റ് ജേർണി ടു എക്സ്പ്ലോർ ഇന്ത്യ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് കണ്ടെത്തണം, അല്ലേ? അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം, അല്ലേ? ആ കേരള ഹിസ്റ്ററിയുടെ കഥയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി ആൻഡ് ഇറ്റ് മേക്കേഴ്സ് എന്ന ശ്രീധരൻ സാറിൻ്റെ പുസ്തകമാണ്. ഇത് കൂടാതെ ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 10ാം ക്ലാസ്സിലെ ഉണ്ട്, അതുപോലെ തന്നെ +2 എല്ലാം നമുക്ക് ക്ലാസ്സുകളിലെ സോഴ്സുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി യൂറോപ്യൻസും ഇന്ത്യയും. അപ്പം നമുക്ക് നോക്കാം, ക്ലാസ്സിലേക്ക് പോകാം. ദി അറൈവൽ ഓഫ് വാസ്കോ ഡ ഗാമ ഓഫ് പോർച്ചുഗൽ അറ്റ് കാലിക്കറ്റ് ഇൻ 1498 മാർക്ക് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ എറ ഇൻ ദ ട്രേഡ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഈ ഒരു ലൈനിൽ എനിക്ക് പ്രധാനപ്പെട്ട പറയാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏഷ്യയും യൂറോപ്പും വളരെ പണ്ട് തന്നെ കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഏഷ്യയിൽ വളരെ ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് സ്പൈസസ് ആയാലും വേറെ ഒരുപാട് അമൂല്യമായ കാര്യങ്ങളും എപ്പോഴും യൂറോപ്യൻസിനെ ആകർഷിച്ചിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഏഷ്യയുമായിട്ട് കച്ചവട ബന്ധം നിലനിർത്താനും പുരോഗതിയിലേക്ക് എത്തിക്കാനും തീർച്ചയായിട്ടും യൂറോപ്യന്മാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, അല്ലേ? അപ്പം അതിന് കാരണമായ വ്യക്തി എന്ന് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് വാസ്കോ ഡ ഗാമയാണ്, അല്ലേ? കേരളത്തിലെത്തി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു പോർച്ചുഗീസുകാരനാണെന്ന് നമുക്കറിയാം. അദ്ദേഹം വന്ന വർഷം 1498 കാലിക്കറ്റ് ആണെന്നറിയാം. വാസ്കോ ഡ ഗാമയാണ്. അപ്പം ഈ ഒരു ലൈനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, വാസ്കോ ഡ ഗാമ എന്ന വ്യക്തിയെ നമ്മൾ കാണുന്നു, പോർച്ചുഗീസുകാരനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കുന്നു. കാലിക്കറ്റ്, നമുക്കറിയാം കാലിക്കറ്റ് നമ്മുടെ കേരളത്തിലുള്ള
എവിടെയുള്ളതാണ്? കോഴിക്കോടാണ് അല്ലെ. 1498 എന്ന വർഷം നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നു. അതുപോലെ അതൊരു ന്യൂ എറയാണ്. എന്തിൻ്റെ? ഒരു കച്ചവട ബന്ധത്തിൻ്റെ, ഏഷ്യയും യൂറോപ്പുമായിട്ട്. ഇനി കഥയിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി ആദ്യമായിട്ട് ഇന്ത്യ എന്ന രാജ്യം, അപ്പം ഇന്ത്യക്ക് അത്രത്തോളം മഹത്വം ഉണ്ടായിരുന്നു, ഇന്ത്യ എന്ന രാജ്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രയാണം ആരംഭിച്ചത് ആര് എന്നാണ് ചോദ്യമെങ്കിൽ അത് കൊളംബസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്റ്റഫർ കൊളംബസ് അല്ലേ. ഇനിയാണ് നമ്മൾ കഥയിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ കൊളംബസിനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ആദ്യമായൊരു വ്യക്തി ഇന്ത്യയിലേക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ കണ്ടെത്താൻ ഒരു പ്രയാണം ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ അത് കൊളംബസ് ആണ്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഓർത്ത് വച്ചേക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന കഥ ശ്രദ്ധിക്കുക. ദ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ് took place through the city of Constantinople. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നിലവിലെ പേര് ഇസ്താംബുൾ എന്നാണ്, ടർക്കിയുടെ ഭാഗമാണ്. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മുടെ കഥയിൽ എങ്ങനെയാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1453 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കുക. 1453 1453 The Ottoman Turks captured the city of Constantinople. As a result, all the trade routes connecting the city of Constantinople came but at the control of the Turks. ഓക്കെ, ഇതിൽ നിന്ന് ഈ ഒരു 2 പോയിന്റിൽ നിന്ന് എനിക്ക് പറയാനുള്ള പ്രത്യേക കാര്യങ്ങൾ ഇതാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. 1453 തുർക്കികൾ ഇതിനെ പിടിച്ചെടുത്തു. ഓക്കെ, അത് അങ്ങനെ പൂർണ്ണമായും തുർക്കികളുടെ കൺട്രോളിലായി. അപ്പൊ ഈ ഭാഗത്തൂടെയാണ് ഇന്ത്യയിലേക്ക് യൂറോപ്യന്മാർ, ഇന്ത്യയിലേക്ക് എന്ന് വെച്ചാൽ ഏഷ്യയിലേക്ക് യൂറോപ്യന്മാർ കച്ചവടത്തിനായി വന്നുകൊണ്ടിരുന്ന ഭാഗം. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ 1453 തുർക്കികൾ, റോമൻ സാമ്രാജ്യമായിരുന്നു, തുർക്കികൾ അത് അധികാരപ്പെടുത്തി. സ്വാഭാവികമായിട്ടും അത് തുർക്കികളുടെ കൺട്രോളിലാണ് അല്ലെ. അപ്പം പല കാര്യത്തിനും അവരുടെ ഒരു ഐഡിയക്ക് മാറും. നോക്കാം, ബൈസാൻഡിയം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ബൈസാൻഡിയം അല്ലെങ്കിൽ ബൈസാൻഷ്യൻ, ഇത് ഒരു ഗ്രീക്ക് സിറ്റിയാണ് കേട്ടോ. ഇതാണ് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന പേരിലേക്ക്. അപ്പൊ ബൈസാൻഡിയം എന്നൊരു പേര് കണ്ടാൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളത് കോൺസ്റ്റാന്റിനോപ്പിൾ ആണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പം റോമൻ സാമ്രാജ്യമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ 1453 തുർക്കികൾ പിടിച്ചെടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങനെ പിന്നെ നമ്മുടെ തുർക്കികളുടെ കയ്യിൽ വന്നതോടുകൂടി ആ ഭാഗത്ത് കൂടെ പോകുന്ന എല്ലാത്തിനും അവർ ടാക്സുകൾ കൂട്ടാൻ തുടങ്ങി. അതുകൂടെ കടന്നു പോകുന്നതിന് അവർക്ക് പ്രത്യേക രീതിയിൽ പണം അടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ ഇതിൽ വേറൊരു സീ റൂട്ട് അല്ലെങ്കിൽ വേറൊരു വഴി കണ്ടെത്തണം. ഏഷ്യ ആയിട്ടുള്ള കച്ചവട ബന്ധം നിലനിർത്തുക തന്നെ വേണം. അപ്പം മറ്റൊരു വഴി കണ്ടെത്തണം. അതിനു വേണ്ടി ആ സമയത്ത് പോർച്ചുഗീസ് രാജാവ്, ആ സമയത്ത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഒരു പുതിയ വഴി കണ്ടെത്താനുള്ള ഭയങ്കരമായ ഒരു നിരീക്ഷണത്തിലായിരുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ സമയത്ത് പോർച്ചുഗീസ് മറ്റൊരു വ്യക്തി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി, 1497 പോർച്ചുഗീസ് നാവിഗേറ്ററായ ബർത്തലോമിയോ ഡയസ് തൻ്റെ പായ് വഞ്ചിക്കപ്പലിൽ ഒരു യാത്ര തുടങ്ങി. അങ്ങനെ 1488 അദ്ദേഹം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ആഫ്രിക്കയിലുള്ള ഒരു മുനമ്പാണ്. നോക്കടാ, ഈ ഭാഗത്തായിട്ട് ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. അത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ആയ കഥ ഞാൻ പറഞ്ഞു തരാം. അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് നിങ്ങൾ കണ്ടല്ലോ, എവിടെയാണ്? ആഫ്രിക്കയിലാണ്. നമുക്ക് നോക്കാം, ഇവിടെയാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കണ്ടോ, ഇവിടെ നമ്മുടെ ഇന്ത്യ ഉണ്ട്. ഇതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അങ്ങനെ വ്യക്തിത്വം ആരാണ്? ബർത്തലോമിയോ ഡയസ് 1487 തന്റെ പായ്വഞ്ചി കപ്പലിൽ പോർച്ചുഗീസ് നാവികനായ ബർത്തലോമിയോ ഡയസ് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന്റെ ആ ഭാഗങ്ങളിൽ എത്തുകയും 1488 കാലങ്ങളിൽ ഇദ്ദേഹം ഇവിടെ എത്തി. പക്ഷെ ഇദ്ദേഹം അത് കടന്ന് ഇന്ത്യയിലേക്ക് വന്നില്ല. ഒരു പുതിയ മാർഗം കണ്ടെത്തി എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലാവുകയും ഇദ്ദേഹം പോർച്ചുഗീസ് രാജാവിനെ അറിയിക്കുകയും ചെയ്തു. താൻ ഒരു പുതിയ ഒരു സ്ഥലം കണ്ടെത്തി
കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കയുടെ താഴെ കൂടെ പോകുന്ന ഒരു മുനമ്പാണ്, അതിലേക്കൂടെ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ഏഷ്യയിൽ എത്താം എന്ന് ബർത്തലോമിയോ ഡയസ് രാജാവിനെ അറിയിക്കുകയാണ്. അപ്പൊ പക്ഷേ പായ്വഞ്ചി കപ്പലിലായിരുന്നു. അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര കൊടുങ്കാറ്റൊക്കെ ആയിരുന്നു. ഒട്ടും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡയസ് പറഞ്ഞു, പക്ഷെ അത് ഭയങ്കര പ്രശ്നമുള്ള ഒരു പ്രോബ്ലം ഉള്ള ഒരു സ്ഥലമാണ്, അത് കടന്നപ്പുറത്ത് പോവുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു, അല്ല, നമുക്കൊരു പ്രതീക്ഷ തന്ന കാര്യമാണ് അല്ലെ, നമുക്ക് ഇന്ത്യയിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട് എന്നൊരു പ്രതീക്ഷ തന്ന ഒരു വഴിയാണത്, ഒരു മുനമ്പാണത്. അതുകൊണ്ട് രാജാവ് അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, പ്രതീക്ഷയുടെ മുനമ്പ് എന്ന് അതിന് പേര് കൊടുത്തു. അപ്പോൾ ചോക്കട 1487 തന്റെ പായ്വഞ്ചി കപ്പലിൽ യാത്ര തുടങ്ങിയ ബർത്തലോമിയോ ഡയസ് 1488 എന്ത് കണ്ടുപിടിച്ചു? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നൊരു വഴിയുണ്ടെന്നും അത് ആഫ്രിക്കയുടെ താഴെയായി കാണുന്ന ഒരു മുനമ്പാണെന്നും ആ വഴിയിൽ സഞ്ചരിച്ചാൽ എവിടെ എത്താം? ഏഷ്യയിൽ എത്താമെന്നും അദ്ദേഹം മനസ്സിലാക്കി. പക്ഷെ അദ്ദേഹം ആ വഴിയിൽ സഞ്ചരിച്ചില്ല. അദ്ദേഹത്തിന് ഒട്ടും അനുകൂലമായിരുന്ന സാഹചര്യമായിരുന്നില്ല കാലാവസ്ഥ. അദ്ദേഹം പക്ഷേ ഈ വിവരം കൃത്യമായി പോർച്ചുഗീസ് രാജാവിനെ അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പ്രതീക്ഷ തരുന്നു, അതുകൊണ്ട് നമ്മൾ അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി എന്നാൽ 1488 കഴിഞ്ഞ് കറക്റ്റ് 10 വർഷം കഴിഞ്ഞ് 98 വാസ്കോഡ ഗാമ എന്ന് പറയുന്ന വ്യക്തി, പോർച്ചുഗീസ് നാവികനാണ്, ഒരു സീ റൂട്ട്, യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ സീ റൂട്ട് കണ്ടെത്തി അവിടെ റീച്ച് ചെയ്ത വ്യക്തി, ഇന്ത്യയിൽ എത്തിപ്പെട്ട വ്യക്തി ആരാണ്? അത് വാസ്കോഡ ഗാമയാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന പ്രതീക്ഷാ മുനമ്പ് കണ്ടെത്തിയ വ്യക്തി ബർത്തലോമിയോ ഡയസ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് ഏത് ഡെപ്തിൽ വേണോ ചോദിക്കാം. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം മുൻ PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ വാസ്കോഡ ഗാമയും ബർത്തലോമിയോ ഡയസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. വഴി കണ്ടെത്തിയത് ബർത്തലോമിയോ ഡയസ് ആണെങ്കിലും അദ്ദേഹം ആ വഴി താണ്ടി ഇന്ത്യയിലെത്താൻ സന്നദ്ധനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം 1488 കണ്ടെത്തിയതെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 1498 വാസ്കോഡ ഗാമയാണ് കൃത്യമായിട്ടും എന്ത് കണ്ടെത്തുന്നത്? ഇന്ത്യയിലേക്കുള്ള വഴി പൂർണ്ണമായി കണ്ടെത്തി അവിടെ എത്തിച്ചേരുന്നത്. ഇപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇത് മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഒരു മോഡേൺ ഹിസ്റ്ററി അല്ലെ, ഇന്ത്യയുടെ ഒരു മോഡേൺ ഹിസ്റ്ററിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഈ യൂറോപ്യന്മാരുടെ ഈ കണ്ടെത്തലിൻ്റെ ഈ തുടർന്നുള്ള വരവുമാണ്. ഓക്കെ, അതിനുവേണ്ടി ഇന്ത്യയിലേക്ക് വാസ്കോഡ ഗാമയെ അയച്ച പോർച്ചുഗീസ് രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോം മാനുവൽ ആണ്. ആരാണടാ? ഡോം മാനുവൽ ആണ്. അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത്? ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് ഒരു സീ റൂട്ട്, ഒരു കടൽ മാർഗം, ഒരു വഴി കണ്ടെത്തണം അല്ലെ. 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കടന്നു വരാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നത് അത് എന്നേക്കുമായി അടച്ചു അല്ലെ. അപ്പം അത് ഇനി പറ്റില്ല, ഒരു പുതിയ വഴി. അപ്പം അതിനുവേണ്ടി വാസ്കോഡ ഗാമയെ അയച്ച രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് ഡോം മാനുവൽ ആണ്. ഇനി ഈ യൂറോപ്യൻസ് കൃത്യമായിട്ട് സെഞ്ചുറി കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 15th സെഞ്ചുറിയുടെ അവസാനത്തോടു കൂടി അല്ലെ, 1498 അല്ലെ, നമ്മൾ സെഞ്ചുറി നോക്കുന്ന ഇതിന്റെ തൊട്ടടുത്ത ഇതാണ് നമ്മൾ 15th സെഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ. 15th സെഞ്ചുറി എന്ന് പറയുന്ന ഈ 15th സെഞ്ചുറി, അതായത് ഇതിന്റെ അവസാന കാലത്തോടു കൂടിയാണ് യൂറോപ്യന്മാര് ഇന്ത്യയിൽ എത്തുന്നത്. ഈ യൂറോപ്യന്മാര് ആരെന്ന് എടുത്ത് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാര്. ഇനിയും യൂറോപ്യന്മാര് വന്ന കൃത്യമായിട്ടുള്ള ഒരു സീരിയൽ നമ്പർ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വരുന്നത് പോർച്ചുഗീസുകാരാണ്. അപ്പം യൂറോപ്യൻസ് ആണ് ഇവരെല്ലാവരും. ആദ്യം വന്ന യൂറോപ്യൻസ് ആരാണടാ? പോർച്ചുഗീസുകാരാണ് അല്ലെ. 1498 പോർച്ചുഗീസുകാർ വളർന്നത്. അതിനുശേഷം ഡച്ചുകാർ വന്നു. ഡച്ചുകാരന് ശേഷം ഇംഗ്ലീഷ്, ബ്രിട്ടീഷ്, ബ്രിട്ടൻ വന്നു. അതിനുശേഷം ഫ്രഞ്ച് വന്നു. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരെ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നാണ്. പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണടാ? അത് പോർച്ചുഗീസുകാരാണ്. ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത് ലന്തക്കാറാണ്. ലന്തക്കാർ എന്ന് അറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരാണ്. അടുത്തത് ഷീമക്കാരെന്നും വെള്ളക്കാരെന്നും അറിയപ്പെട്ടിരുന്നത് ആരാണടാ? അത് ബ്രിട്ടൻ ആണ്, ബ്രിട്ടീഷുകാരാണ്. ഇംഗ്ലീഷ് എന്നും പറയും, നമ്മൾ ഇംഗ്ലീഷ് എന്നും നമ്മൾ പറയാം കേട്ടോ. അതുപോലെ ഫ്രഞ്ചുകാർ, പരന്ത്രീസുകൾ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അത് ഫ്രഞ്ചുകാരാണ്. അപ്പം ഈ പേരുകൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുമുണ്ട്. അപ്പം പറങ്കികൾ
P4 പോർച്ചുഗീസ്, P4 പറങ്കികൾ. അങ്ങനെ നിങ്ങൾ ആലോചിച്ചോ, പോർച്ചുഗീസുകാർ, പറങ്കികൾ അവരാണ് ആദ്യം വന്ന യൂറോപ്യൻ ശക്തി. അവർക്ക് ശേഷം വന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാർ അറിയപ്പെടുന്നത് ലെന്തക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാർ. ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചാൽ. അടുത്തത് ഷീമക്കാർ എന്നും വെള്ളക്കാർ എന്നും അറിയപ്പെടുന്നത് ആരാണ്? ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ. ഫ്രഞ്ചുകാർ, പരന്ത്രീസുകാർ. ഫ്രഞ്ച് റാഞ്ചും എന്നൊക്കെ ആലോചിച്ചാൽ മതി. പരുന്തല്ലേ റാഞ്ച് എന്ന, അങ്ങനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തോളൂ ബിഗിനേഴ്സ് ആണെങ്കിൽ. അല്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ. അപ്പൊ P4 പോർച്ചുഗീസ്, P4 പറങ്കികൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. ആദ്യമായിട്ട് പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു അറൈവ് ഇൻ ഇന്ത്യ വയ എ സീ റൂട്ട്. ഒരു കടൽ മാർഗം, വളരെ ശ്രദ്ധിക്കുക, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികൾ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തികളാണ് പോർച്ചുഗീസുകാർ. അവരെ നയിച്ച വ്യക്തി ഞാൻ പറഞ്ഞു വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ. അപ്പോൾ ബർത്തലോമിയ ഡയസിനെ സംശയം വരും. അതിലേക്കുള്ള വഴി കണ്ടെത്തിയ വ്യക്തിയാണ് ബർത്തലോമിയ ഡയസ്. പക്ഷേ അദ്ദേഹം ഇന്ത്യയിൽ എത്തിയോ? ഇല്ല. അദ്ദേഹം എന്ത് ചെയ്തു? തിരിച്ചു പോയിട്ട് പറഞ്ഞു അവിടെ ഒരു വഴിയുണ്ട്, പക്ഷേ ഞാൻ അവിടെ പോയില്ല, കാലാവസ്ഥ എനിക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് എത്തിയ അല്ലെങ്കിൽ പോർച്ചുഗീസുകാരെ നയിച്ചുകൊണ്ട് ആദ്യമായി ഇന്ത്യയിലേക്ക് കാലുകുത്തിയ വ്യക്തി എന്നെടുത്ത് ചോദിച്ചാൽ അത് വാസ്കോഡ ഗാമയാണ്. ഓക്കെ. അപ്പം സീ റൂട്ട് വഴി എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇവിടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നാൽ ഫസ്റ്റ് ഫോറിനേഴ്സ് യൂറോപ്യൻസ് എന്ന് പറയുമ്പോഴാണ് പോർച്ചുഗീസുകാർ. ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ അറബികളാണ്. അതായത് ഈ യൂറോപ്യൻസ് വരുന്നതിന് മുമ്പേ ചൈനക്കാരും അറബ്സാണ് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. ഈ ഇന്ത്യയിലുള്ള സ്പൈസസ് എല്ലാം ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്ന് അവരുടെ ലാഭം വെച്ച് വിറ്റിട്ടാണ് അറബികൾ ഇതിൻ്റെ ഇടയിൽ കച്ചവടക്കാരായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്നും അവിടെ സ്പൈസസ് നല്ല വിലയിൽ കിട്ടുമെന്നും ആർക്ക് മനസ്സിലായി? യൂറോപ്യൻസിന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു രാജ്യം കണ്ടെത്താനുള്ള നീക്കങ്ങൾ അവരും തുടങ്ങിയിരുന്നു. അപ്പം ഫോറിനേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ഫോറിനേഴ്സ് എന്നാണെങ്കിൽ അത് അറബ്സ് ആണ്. എന്നാൽ ഫസ്റ്റ് യൂറോപ്യൻസ് സീ റൂട്ട് വഴി വന്നതാര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. ഇനി ശ്രദ്ധിക്കുകയാണ്, ദ ഫസ്റ്റ് യൂറോപ്യൻ പവർ ടു അറൈവ് ഇൻ കേരള വയ ദി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾ ഇതുമെല്ലാം ഈ സീ റൂട്ട് എന്നുള്ള കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അപ്പം സ്റ്റേറ്റ്മെന്റിനെ മിസ്ലീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കടാ, ഫസ്റ്റ് യൂറോപ്യൻ പവർ ടു അറൈവ് ഇൻ കേരള വയ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി, അതായത് ശുഭപ്രതീക്ഷാ മുഴമ്പ് വഴി അല്ലെങ്കിൽ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ അറിയപ്പെടുന്നത് പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാസ്കോഡ ഗാമയാണ് അല്ലെ. വാസ്കോഡ ഗാമയെ പോർച്ചുഗീസുകാരനാണ്, നാവികനാണ്. അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ വാസ്കോഡ ഗാമ ഒരു പോർച്ചുഗീസ് നാവിഗേറ്റർ ആണ്. ഇദ്ദേഹം കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് ലാൻഡ് ചെയ്തത്. അപ്പൊ എവിടെയാണ് ലാൻഡ് ചെയ്തത്? ക്വസ്റ്റ്യൻ. എവിടെ? കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ്. ഏത് വർഷം? വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. 1498 മെയ് 20 വാസ്കോഡ ഗാമ എവിടെ? കേരളത്തിലെ കോഴിക്കോടിലുള്ള കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങുന്നത്. ഇത് കേരള ഹിസ്റ്ററിയുടെ ഒരു പുതിയ തുടക്കമാണ്. കേരള ഹിസ്റ്ററിയുടെ ചരിത്രം, അതുവരെയും ഉണ്ടായിരുന്ന ചരിത്രത്തിനെ മാറ്റിമറിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയാം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ നമ്മൾ ഓർക്കണം. ഒന്ന്, ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ ലാൻഡ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനി ഇദ്ദേഹം ഷിപ്പ് പന്തലായനി ബീച്ചിലാണ് ഈ ഷിപ്പ് വരുന്നത്. ഓക്കെ. അപ്പൊ ഏത് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ചേമഞ്ചേരി പഞ്ചായത്താണ്. വർഷം 1498. അപ്പൊ ഇവിടെ വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു? കോഴിക്കോട് കണ്ടു. കോഴിക്കോടിനെ അവർ വിളിച്ചത് കലൈക്കുറ്റെന്നാണ്. കലൈക്കുറ്റെന്ന് അവർ കോഴിക്കോടിനെ വിളിച്ചു. കോഴിക്കോടിനെ എന്ത് വിളിച്ചു? കലൈക്കുറ്റ്. അതുപോലെ
കാപ്പാടിനെ അവർ വിളിച്ചത് കാപ്യ എന്നാണ്. കാപ്പാടിനെ അവർ വിളിച്ചത് കാപ്യ എന്നാണ്. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട്ട് ബീച്ച്, ചേമഞ്ചേരി പഞ്ചായത്ത്. വർഷം ഓർത്ത് വയ്ക്കുക. അവർ കോഴിക്കോടിനെ കലൈക്കുറ്റെന്നും കാപ്പാടിനെ കാപ്യ എന്നുമാണ് വിളിച്ചത്. ഇത് എന്താണ്? ഇതാണ് തുടങ്ങിയത്. യൂറോപ്യന്മാർ വന്നു അല്ലേ. പിന്നെ ഇത് ഏകദേശം ഒരു 5 സെഞ്ചുറീസ് അല്ലേ, 5 നൂറ്റാണ്ടുകളോളം പിന്നെ യൂറോപ്യന്മാർ നമ്മളെ ഭരിച്ചു. നമുക്കറിയാം ആ കഥകളെല്ലാം അല്ലേ. 1947 സ്വാതന്ത്ര്യം കിട്ടിയ വരെയുള്ള കഥകളെല്ലാം നമുക്കറിയാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഏത് ഹിസ്റ്റോറിയനാണ് ഈ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. വാസ്കോ ഡ ഗാമാസ് അറൈവൽ ആസ് ദ ബിഗിനിങ് ഓഫ് ദ വാസ്കോ ഡ ഗാമാസ് എറ ഇൻ ഏഷ്യൻ ഹിസ്റ്ററി. ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമയുടെ യുഗത്തിന്റെ പിറവി എന്ന് പരാമർശിച്ച ഹിസ്റ്റോറിയൻ ആര് എന്ന് ചോദിച്ചാൽ അത് KM പണിക്കരാണ്. അപ്പൊ KM പണിക്കർ എന്താണ് പറഞ്ഞത്? ഈ വാസ്കോ ഡ ഗാമയുടെ വരവിനെ ഏഷ്യൻ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമയുടെ യുഗത്തിന്റെ തുടക്കം അല്ലെങ്കിൽ യുഗത്തിന്റെ പിറവി എന്നൊക്കെ വിശേഷിപ്പിച്ച ഹിസ്റ്റോറിയനാണ് KM പണിക്കർ. ഇനി ദ ലോങ്സ്റ്റ് റൂളിംഗ് യൂറോപ്യൻസ്. അപ്പോൾ യൂറോപ്യൻസിനെ കുറിച്ച് അറിയേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചിരുന്ന യൂറോപ്യൻസ് ആര് എന്ന് ചോദിച്ചാൽ ഒരിക്കലും ബ്രിട്ടീഷ് എഴുതി വെക്കരുത്. ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്നു, ഏറ്റവും ശക്തിയോടെ ഭരിച്ചിരുന്നു, ശരിയാണ്. എന്നാൽ ഏറ്റവും ലോങ്സ്റ്റ് ടേം, ഏറ്റവും കൂടുതൽ കാലം ആര്? അത് പോർച്ചുഗീസുകാരാണ്. ഇടാം ശ്രദ്ധിക്കുക. 1498 മെയ് 20 വന്ന അവര് പോയത് 1961 അപ്പം 1498 വന്നിട്ട് അവർ പോയത് 1961 ഏകദേശം 463 വർഷങ്ങൾ അവർ ഇന്ത്യയെ ഭരിച്ചു. എല്ലാ പൂർണ്ണമായിട്ടല്ലെങ്കിലും ചില ഭാഗങ്ങളിൽ അവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അറിയാം അല്ലെ, ഡിസംബർ 1961 നമുക്ക് പോലീസുകാരെ അവരുടെ അധീനതയിലായിരുന്ന ഗോവയെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചു അല്ലെ. ഓപ്പറേഷൻ വിജയിലൂടെ നമ്മൾ തിരിച്ചു പിടിച്ചു. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് കൂടുതൽ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പം ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതെല്ലാം നമുക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഗോവ വിമോചനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ വിജയ് പഠിച്ചിട്ടുണ്ട്. വർഷം എന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ 1961 ഡിസംബർ 19 അപ്പൊ 1491 വന്ന പോർച്ചുഗീസുകാർ പോയത് എന്നാണടാ? അത് 1961 463 വർഷം അവർ നമ്മളെ ഭരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ദ ഫസ്റ്റ് യൂറോപ്യൻ പവേഴ്സ് ടു അറൈവ് ഇന്ത്യ ആൻഡ് ദ ലാസ്റ്റ് ടു ലീവ് ഇന്ത്യ. ആദ്യം വന്നതും അവസാനം പോയതും ആരാണ്? ഏത് യൂറോപ്യൻ ശക്തികളാണ് ഇന്ത്യയിൽ ആദ്യം എത്തിച്ചേർന്നത്? ഏത് യൂറോപ്യൻ ശക്തികളാണ് ഇന്ത്യയിൽ നിന്നും അവസാനമായി പോയത് എന്ന് ചോദിച്ചാൽ അതും പോർച്ചുഗീസുകാർ തന്നെയാണ്. ഇനി ഇത് നിങ്ങൾ അറിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ഇതൊന്നും ഒരു പോയിന്റ് ആണ്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1628 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞതാണ്. ഇതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വാസ്കോ ഡ ഗാമയെ പഠിക്കുന്നു. അപ്പം ഞാൻ ഒന്നും കൂടി ബർത്തലോമിയോ ഡയസിനെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന ശുഭപ്രതീക്ഷാ മുനമ്പ് ആദ്യമായി കണ്ടെത്തി. അതിലൂടെ ഒരു വഴിയുണ്ട്, അതുവഴി ഈസ്റ്റിൽ നമുക്ക് ഏഷ്യയിൽ പോകാമെന്നും മനസ്സിലാക്കിയ വ്യക്തിയാണ് ബാർത്തലോമിയോ ഡയസ്. പക്ഷെ 1488 പക്ഷെ അദ്ദേഹം അന്നത്തെ സാഹചര്യം കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയില്ല. 10 വർഷങ്ങൾക്ക് ശേഷം 1498 വാസ്കോ ഡി ഗാമ എന്ന പോർച്ചുഗീസ് നാവികനാണ് ആ വഴി ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തുന്ന പോർച്ചുഗീസ് നാവികൻ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയായ വാസ്കോ ഡ ഗാമയെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് യൂറോപ്യൻ ടു റീച്ച് ഇന്ത്യ വയാ ദ സീ റൂട്ട്, അതായത് സീ റൂട്ട് വഴി ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? അത് വാസ്കോ ഡ ഗാമയാണ്. ആരാണ്? വാസ്കോ ഡ ഗാമ. വർഷം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ബിഗിനർ ആണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 1498 മെയ് 20. ഇദ്ദേഹം യഥാർത്ഥത്തിൽ പന്തലായനി ഇന്ന് നിലവിൽ കൊയിലാണ്ടി എന്നറിയപ്പെടുന്ന പന്തലായനി കൊല്ലത്തിലാണ് ഇവർ നങ്കൂരമിടുന്നത്. പക്ഷെ ഇദ്ദേഹം കാല് കുത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് കാല് കുത്തുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക.
ഇനി യഥാർത്ഥത്തിൽ തൻ്റെ ചരിത്രപ്രധാനമായ യാത്ര പോർച്ചുഗീസിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നും വാസ്കോഡ ഗാമ യാത്ര തിരിക്കുന്ന വർഷം 1497. നമ്മൾ ഡിഗ്രി ആണ് പഠിക്കുന്നത്. ഡിഗ്രി എക്സാമുകൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ വാസ്കോഡ ഗാമ തൻ്റെ ചരിത്രപ്രധാനമായ യാത്ര തിരിക്കുന്ന വർഷം ഏതാണ്? അത് 1497. എവിടെ നിന്നാണ്? പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നുമാണ്. പിന്നെ എന്താണ് പഠിക്കേണ്ടത്? അദ്ദേഹം വന്ന കപ്പലിന്റെ പേര് ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് നമുക്ക്, അല്ലെ? ഏതാണ് അദ്ദേഹത്തിന്റെ കപ്പലിന്റെ പേര്? വാസ്കോ ഡി ഗാമ വന്ന കപ്പലിന്റെ പേരാണ് സെന്റ് ഗബ്രിയൽ. ഗാമ ഗബ്രിയൽ, അങ്ങനെ പഠിച്ചോ. ഗാമ ഫോർ ജി, ഗബ്രിയൽ ഫോർ ജി. സെന്റ് ഗബ്രിയലിലാണ് ഗാമ എവിടെ വന്നത്? നമ്മുടെ കേരളത്തില് വന്ന് ഇറങ്ങിയത്. ഇനി the ships that accompanied Vasco da Gama on his voyage. അപ്പം അദ്ദേഹത്തിന്റെ വോയേജിൽ അദ്ദേഹത്തിന്റെ കൂടെ വേറെ 2 കപ്പലുകൾ കൂടി ഉണ്ടായിരുന്നു, അല്ലേ? സെന്റ് ഗബ്രിയലിനോടൊപ്പം വന്ന മറ്റു 2 കപ്പലുകളായിരുന്നു സെന്റ് റാഫേലും സെന്റ് ബറിയോയും. സെന്റ് റാഫേൽ, സെന്റ് ബറിയോ, സാവോ എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സാവോന്നോ SOVO ഇങ്ങനെയും പറഞ്ഞാലും സെന്റിന് പകരം ചിലപ്പം സെന്റ് എന്ന് പറയുന്നത് എന്താണെടാ? സെയിന്റിനെയാണ് നമ്മൾ സെന്റ് എന്ന് പറയുന്നത്. സാവോ റഫേൽ, സാവോ ബറിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക ആ കപ്പലിന്റെ പേരാണ്. അപ്പൊ ഗാമ വന്ന കപ്പൽ ഗബ്രിയൽ. ഗാമയെ അനുഗമിച്ച് വന്ന മറ്റു 2 കപ്പലുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സെന്റ് റാഫേലും സെന്റ് ബറിയോയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നോക്കടാ, ഇതൊരു പടമാണ്. ഇത് ഗാമ വരുന്ന സമയത്ത് കേരളത്തിന്റെ സംഭവങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെയാണ് കോലത്തുനാട്, ഇതായിരുന്നു കോഴിക്കോട്, സാമോറിന്റെ ടെറിട്ടറി. പിന്നെ ബാക്കി നമുക്ക് കാണാം. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോണം കേട്ടോ. അപ്പൊ ഇതാണ് ഗാമ വന്ന സമയത്ത് കേരളത്തിന്റെ ഒരു ഭൂപടം. ഇനി ഹി വിസിറ്റഡ് ദ സാമോറിൻ. അപ്പം ഗാമ വന്നു, കോഴിക്കോടാണ് ലാൻഡ് ചെയ്തത്. കാപ്പാട് ബീച്ച് 1498 മെയ് 20 നമ്മൾ പറഞ്ഞു. അപ്പോൾ വന്ന സമയത്ത് ആ സാമൂതിരി എന്ന് നമ്മൾ പറയും. സാമൂതിരി, അവിടുത്തെ സാമൂതിരി ആരായിരുന്നതാ? മാനവിക്രമനായിരുന്നു അവിടുത്തെ സാമൂതിരി. നിലനിന്ന സ്വരൂപം ഏതായിരുന്നു? നെടിയിരുപ്പ് സ്വരൂപം എന്നാണ് അറിയപ്പെട്ടത്. നെടിയിരുപ്പ് സ്വരൂപമാണ്. ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സാമൂതിരി, മാനവിക്രമൻ. ആ സമയത്ത് കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപമാണ് രാജഭരണം ഏറ്റെടുത്തിരുന്നത്. അപ്പം എവിടെയാണടാ? കോഴിക്കോട്. ബട്ട് ദ സാമറിൻ ഒപ്പോസ്ഡ് ട്രേഡ് വിത്ത് ദ പോർച്ചുഗീസ്. അതായത് പോർച്ചുഗീസ് വരുന്ന സമയത്ത് ഓൾറെഡി സാമൂതിരി അറബ്സുമായിട്ട് കച്ചവട ബന്ധത്തിലായിരുന്നു. അപ്പം ഒരു പുതിയൊരാൾ വന്നിട്ട് പെട്ടെന്ന് എല്ലാം ചോദിക്കുമ്പോൾ കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പോർച്ചുഗീസുകാരോടുമായിട്ട് കച്ചവടം ചെയ്യുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നു. സോ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒപ്പോസ് ചെയ്തു. വാസ്കോഡ ഗാമ ലെഫ്റ്റ് കോഴിക്കോട്. അപ്പൊ ഇവിടെ നിന്നാൽ ഇനി ഒന്നും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയ ഗാമ കോഴിക്കോട് നിന്ന് എന്താണ് ഓഗസ്റ്റ് മാസം 1498 തന്നെ മെയ്യിൽ വന്നു. ഓഗസ്റ്റിൽ അദ്ദേഹം കോഴിക്കോട് വിട്ടു. അതിനുശേഷം ഇദ്ദേഹം പോകുന്ന വഴിക്ക് കണ്ണൂരിൽ ഇദ്ദേഹം ലാൻഡ് ചെയ്തു. ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു, കണ്ണൂരിൽ ഇദ്ദേഹം ലാൻഡ് ചെയ്തു. അപ്പൊ കണ്ണൂരിലെ കോലത്തിരി രാജാവാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇവരെ ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇദ്ദേഹം ഓഗസ്റ്റ് മാസം കോഴിക്കോട് വിട്ടിട്ട് എവിടെ പോകുന്നു? കണ്ണൂരിലേക്ക് പോകുന്നു. അപ്പം കോലത്തിരി രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാ ഓഫേഴ്സും കൊടുത്തു. അതുപോലെ തന്നെ ഗാമയായിട്ട് ഒരു ട്രീറ്റിയും ഇത് ചെയ്തു. ആ സമയത്ത് സാധനങ്ങളെല്ലാം അല്ലെ നല്ലൊരു ട്രേഡ് റിലേഷൻ കീപ്പ് ചെയ്താൽ കണ്ണൂരിലെ കോലത്തിരി ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒരു നല്ലൊരു എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് ഒരു കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടു. നവംബർ 1498 ഇദ്ദേഹം തിരിച്ചു പോകണം. അപ്പം അവിടെ നിന്ന് ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചതിന് ശേഷം നവംബർ മാസം, അപ്പം മെയ്യിൽ വന്നു, ഓഗസ്റ്റിൽ കണ്ണൂരിലെത്തി. അതിനുശേഷം നവംബർ മാസം ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം തിരിച്ച് പോർച്ചുഗീസിലേക്ക് പോവുകയാണ്. തൻ്റെ നാടായ ലിസ്ബണിലേക്ക്, പോർച്ചുഗീസിന്റെ ക്യാപിറ്റലായ ലിസ്ബണിലേക്ക് പോവുകയാണ്. അദ്ദേഹം 1499 അവിടെ എത്തി. അപ്പം 1498 മെയ് വന്നു. അപ്പം നമ്മളിവിടെ പ്രധാനപ്പെട്ട, ഞാൻ വീണ്ടും പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, മെയ് 20 ഇവിടെ വരുന്നത്, അല്ലെ? മെയ് 20 വന്നിട്ട് എന്ത് സംഭവിച്ചു? കോഴിക്കോടാണ് വന്നിറങ്ങിയത്. ഗബ്രിയൽ എന്ന് പറയുന്ന തൻ്റെ കപ്പലിൽ സെന്റ് റാഫേലും സെന്റ് ബെറയുമാണ് പിറകിൽ വന്ന 2 കപ്പലുകൾ. 1498 മെയ് 20 ഇദ്ദേഹം എവിടെ ഇറങ്ങി? കാപ്പാട് ബീച്ചിൽ ഇറങ്ങി. കോഴിക്കോട് സാമൂതിരിയായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് സാമറിൻ അതിനെ ഒപ്പോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഓഗസ്റ്റ് മാസത്തോടു കൂടി കണ്ണൂരിൽ പോവുകയാണ്. ഓഗസ്റ്റ് മാസം പക്ഷെ കണ്ണൂരിലെ രാജാവ് എന്ത് ചെയ്തു? നല്ല വാം വെൽക്കം എല്ലാം കൊടുത്തു. അവിടെ ഒരുപാട് ട്രീറ്റീസ് എല്ലാവരും കച്ചവടം, അതായത് ട്രേഡ് ട്രീറ്റീസ് എല്ലാം, പാക്റ്റുകളെല്ലാം ഒപ്പുവെച്ചു. അതിനുശേഷം
നല്ല രീതിയിൽ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നവംബർ മാസത്തോടുകൂടി 98 അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. 1499 അദ്ദേഹം തിരിച്ച് ലിസ്ബണിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഗാമ സ്റ്റേഡ് ഫോർ 3 months ആൻഡ് റിട്ടേൺ വിത്ത് ഗുഡ്സ് ദാറ്റ് സോൾഡ് ഫോർ 60 times the cost of his journey. അദ്ദേഹത്തിന്റെ ആ യാത്രയ്ക്ക് ചിലവായതിന്റെ 60 ഇരട്ടി ലാഭവുമായിട്ടാണ് ഗാമ തിരിച്ച് ലിസ്ബണിലേക്ക് പോകുന്നത്. 3 മാസത്തോളം അദ്ദേഹം സ്റ്റേ ചെയ്തു. അതിനുശേഷം 60 ഇരട്ടി ലാഭവുമായിട്ട് അവർ ഗാമ ലിസ്ബണിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ 60 times ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ആള് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ വന്ന വ്യക്തിയാണ് പെട്രോ ആൽവാരസ് കെബ്രാൾ എന്ന് പറയുന്നത്. അപ്പം Alvarez Cabral was sent to India by the Portuguese king after വാസ്കോഡ ഗാമ. അപ്പം മാനുവൽ രാജാവ് ഗാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസിലെ മറ്റൊരു പ്രതിനിധിയാണ് അൽവാരസ് കബ്രാൾ. 1500 കബ്രാൾ എത്തുന്നത്. ഇദ്ദേഹം അറൈവ്ഡ് ഇൻ കോഴിക്കോട് ആൻഡ് മെയ്ഡ് ആൻ അഗ്രിമെന്റ് വിത്ത് സാംറോഡ് ടു മേക്ക് എ ഫാക്ടറി. ഇദ്ദേഹം 1500 കോഴിക്കോട് സാമുദ്രിയുമായിട്ട് ഒരു ഫാക്ടറി കെട്ടുന്നതിനൊക്കെ ഉള്ള അഗ്രിമെന്റിലൊക്കെ ഏർപ്പെട്ടതാണ്. അപ്പൊ കെബ്രാൾസ് റെപ്രസെന്റേറ്റീവ്, ഇപ്പം കബ്രാളിന്റെ റെപ്രസെന്റേറ്റീവ് ഐറിസ് കൊറിയ സാമോറിനുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചു. അപ്പൊ ആ കാലഘട്ടത്തിലും അറബ്സ് എന്ത് ചെയ്യുന്നതാണ്, സാമറിനുമായിട്ട് നല്ല രീതിയിൽ കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പം സാമറിന് കൂടുതൽ പ്രിഫറൻസ് എപ്പോഴും അറബ്സിനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കെബ്രാളിന്റെ റെപ്രസെന്റേറ്റീവ് ഐറിസ് കൊറിയ ഓൾറെഡി ഒരു എഗ്രിമെന്റ് വെച്ചുവെങ്കിലും ഈ അറബ്സിന്റെ ഒരു താല്പര്യമില്ലായ്മ പിന്നീട് സാമുദ്രി ഇവരോട് നോ പറയുന്ന ഒരു അവസ്ഥയിൽ എത്തുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു, കോൺഫ്ലിക്ട്സ് പോർച്ചുഗീസുകാരും അറബ് ട്രേഡേഴ്സും ഒക്കെ സാമറിനും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു നല്ല റിലേഷനിലല്ല പോയത്, അതൊരു കോൺഫ്ലിക്റ്റിലാണ് ചെന്ന് കലാശിച്ചത്. അതോടുകൂടി കബ്രാൾ എന്ത് ചെയ്തു, ഡിസംബർ മാസം 25 ഇദ്ദേഹം നേരെ കോഴിക്കോട് വിട്ട് നേരെ കൊച്ചിയിലെത്തുകയാണ്. കൊച്ചി രാജാവ് ഇദ്ദേഹത്തിനോട് നല്ല രീതിയിലാണ്, നല്ലൊരു റിലേഷനാണ് കീപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പോസ്റ്റ് കൊച്ചിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കേണ്ട അടുത്ത വ്യക്തി വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു പോയിന്റ് പറയാം. ദ തേർഡ് പോർച്ചുഗീസ് എക്സ്പെഡിഷൻ ടു ഇന്ത്യ വാസ് ലെഡ് ബൈ. അപ്പം കെബ്രാൾ തിരിച്ചു പോകുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് തേർഡ് പാർട്ടി, മൂന്നാമതൊരു വ്യക്തിത്വം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചിരുന്നു. അതിന്റെ നേതൃത്വം വഹിച്ചതാണ് ജവോഡാനോവ. അപ്പൊ ആദ്യം ആര് വന്നടാ, വാസ്കോഡ ഗാമ വന്നു, രണ്ടാമത് കബ്രാൾ വന്നു, മൂന്നാമത് ആര് വന്നു, ജവോഡാനോവ വരുവാണ്. അപ്പം ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം 3 വ്യക്തിത്വങ്ങളെ പഠിച്ചു. വാസ്കോഡ ഗാമ ആദ്യം, രണ്ടാമത് കബ്രാൾ വന്നു, മൂന്നാമത് ജവോഡാനോവ വന്നു. അപ്പം ഇദ്ദേഹത്തിന് ഓൾറെഡി സാമറിന്റെ ഹോസ്റ്റിലിറ്റിയെ കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു നോവ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കാലിക്കറ്റിൽ പോയില്ല. ഇദ്ദേഹം നേരെ കൊച്ചിയിലും കണ്ണൂരിലുമാണ് ഇദ്ദേഹത്തിന്റെ റിലേഷൻസ് കീപ്പ് ചെയ്തത്. ഇനി വാസ്കോഡ ഗാമ രണ്ടാമത് വരെയാണ്. അപ്പൊ നമ്മൾ 3 വ്യക്തിത്വങ്ങളെ പഠിച്ചു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാസ്കോഡ ഗാമ രണ്ടാമത് കേരളത്തിലെത്തിയത് ഏത് വർഷമാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിക്കാം. രണ്ടാമത്തെ വാസ്കോഡ ഗാമയുടെ യാത്ര ഏതാണ്? വർഷം 1502 അപ്പം ഈ പ്രാവശ്യം ഗാമ ലാൻഡ് ചെയ്തത് അവിടെയാണ്, 5 ദ്വീപിലാണ് ലാൻഡ് ചെയ്തത്. ഗോവയ്ക്ക് അടുത്തുള്ള ഒരു ഐലൻഡ് ആണ് 5 ദ്വീപ്. അപ്പൊ രണ്ടാമത് വാസ്കോഡ ഗാമ ലാൻഡ് ചെയ്തത് എവിടെയാണ്? 5 ദ്വീപിലാണ്. ഏത് വർഷമാണ്? 1502. ആദ്യത്തേത് നിങ്ങൾ ഓർത്തിരിക്കുക, രണ്ടാമത്തത് 1502, രണ്ടാമത്തത് സെക്കൻഡ്. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അതിനുശേഷം ഗാമ കണ്ണൂരിലെത്തി. കാര്യം ഗാമ നമ്മൾ കണ്ടതാണ് അല്ലെ, ഗാമ കണ്ണൂരിൽ നിന്നാണ് തന്റെ തിരിച്ച് 1498 തിരിച്ച് ലിസ്ബണിലേക്ക് യാത്ര തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നുമാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പൊ തിരിച്ച് അദ്ദേഹം കണ്ണൂരിൽ വരികയാണ്. ഗാമ കണ്ണൂരിൽ വരികയാണ്. അവിടുത്തെ കോലത്തിരി രാജാവ് നല്ല രീതിയിലാണ് ഗാമയെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളകും അതുപോലെ തന്നെ മറ്റു ഗുഡ്സ് എല്ലാം ഗാമയ്ക്ക് ഇദ്ദേഹം കൊച്ചിയുടെ പ്രൈസിൽ തന്നെ ഗാമയ്ക്ക്, അതായത് പോർച്ചുഗീസുകാർക്കും കൊടുക്കാം എന്നുള്ള ഒരു ട്രേഡ് പാക്റ്റിലെല്ലാം ഇവർ എത്തുകയാണ് ചെയ്യുന്നത്. വാസ്കോഡ ഗാമ റീച്ച്ഡ് കാലിക്കറ്റ് ആൻഡ് മെറ്റ് ദ സാമറിൻ. അപ്പം ഇനി ഒന്നും കൂടി ഹോപ്പ് ഉണ്ടോ, ഒരു പ്രതീക്ഷയുണ്ടോ എന്നൊരു രീതിയിൽ ഗാമ വീണ്ടും എവിടെ പോവുകയാണ്? കോഴിക്കോട് സാമൂതിരിയെ കാണാൻ പോവുകയാണ്. പക്ഷെ സാമൂതിരി എന്ത് ചെയ്യുന്നു? സാമൂതിരി റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാമൂതിരി റെഫ്യൂസ് ചെയ്തതിനെ ആർക്ക് പ്രൊവോക്കായി? നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് പ്രൊവോക്ക് ആവുകയും ഇദ്ദേഹം കോഴിക്കോടിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം അവിടെ നശിപ്പിക്കുകയും ഒരുപാട് കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാം മരിക്കുകയും ഒക്കെ ഉണ്ടായി. അതിനുശേഷം ഗാമ കൊച്ചിയിൽ പോവുകയും അവിടെ കൊച്ചി രാജാവുമായിട്ട് ഒരു പാക്ട്, ഒരു സന്ധിയിൽ ഒപ്പുവയ്ക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഇദ്ദേഹം ലിസ്ബണിൽ പോയി ഒരുപാട് മെർക്കൻ്റ്, അതായത് ഒരുപാട് ഗുഡ്സും, ഓൾറെഡി പെപ്പർ വളരെ ഇമ്പോർട്ടൻ്റ്, ആ കാലത്ത് കുരുമുളകിനും വളരെ 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 ഇമ്പോർട്ടൻ്റ്
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു സ്പൈസിൻ്റെ ഇതിൽ. അപ്പോൾ അതുകൂടാതെ മറ്റ് ഗുഡ്സും ഒക്കെ ആയിട്ട് വളരെ വലിയൊരു മെർക്കൻഡൈസും ആയിട്ട് ഇദ്ദേഹം തിരിച്ച് രണ്ടാം തവണയും എവിടെ പോകുന്നു? ലിസ്ബൺ അല്ലെങ്കിൽ പോർച്ചുഗീസിൽ പോവുകയാണ് ചെയ്യുന്നത്. കണ്ണൂരും കൊച്ചിയായിട്ടൊക്കെ ഗാമ നല്ല റിലേഷനാണ്. കോഴിക്കോടിലെന്നാൽ ഗാമയ്ക്ക് നല്ല റിലേഷനും ഇല്ല. അപ്പം ഗാമ പോയതിന് പിറകിലായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ് കൊച്ചിയും കോഴിക്കോടും, അല്ലെങ്കിൽ കൊച്ചിൻ കാലിക്കറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ എന്താണ് ഇതിന് റീസൺ? ദ ഫ്രണ്ട്ലി റിലേഷൻസ് ബിറ്റ്വീൻ ദ പോർച്ചുഗീസ് ആൻഡ് ദ കൊച്ചി രാജ. കൊച്ചി രാജാവും പോർച്ചുഗീസുകാരുമായിട്ടുള്ള നല്ല റിലേഷനെ ആർക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല? സാമൂതിരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് സാമൂതിരി പോർച്ചുഗീസ് പോയ ഉടനെ തന്നെ ഒരു വാർണിംഗ് കൊടുത്തു, കൊച്ചി രാജാവിനോട് പോർച്ചുഗീസുമാരുമായിട്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള കച്ചവട ബന്ധത്തിൽ ഏർപ്പെടുന്നത് സാമൂതിരിക്ക് അത് ഇഷ്ടമല്ല, അത് നിർത്തിക്കോ എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുത്തു. സ്വാഭാവികമായിട്ടും കൊച്ചി രാജാവ് അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ മാർച്ച് 1 കൃത്യ ഡേറ്റ് പറയുകയാണെങ്കിൽ മാർച്ച് 1 1503 സാമൂറിന്റെ ആർമി, അതായത് സാമൂതിരിയുടെ കോഴിക്കോട് ആർമി ആരെ അറ്റാക്ക് ചെയ്യുന്നു? കൊച്ചി രാജാവിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കൊച്ചി കോഴിക്കോട് യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കൊച്ചി കോഴിക്കോട് വാർ എന്നോ കൊച്ചിൻ കാലിക്കറ്റ് വാർ എന്ന് പറയുന്നത് രണ്ടും സെയിം ആണ്. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1503 ആണ്. 1502 ഗാമയായിട്ട് നല്ലൊരു പാക്റ്റിലൊക്കെ എത്തി കൊച്ചി. അതിനുശേഷം എന്ത് സംഭവിക്കുകയാണ്? കൊച്ചിക്ക് സാമൂതിരി വാർണിംഗ് കൊടുക്കുകയാണ്, നിങ്ങൾ പോർച്ചുഗീസുമാരുമായിട്ട് എന്തായത് ട്രേഡ് റിലേഷനിൽ ഏർപ്പെടേണ്ട. അത് ആര് അവഗണിച്ചു? കൊച്ചി രാജാവ് അവഗണിച്ചു. തുടർന്ന് സാമൂതിരി കൊച്ചി എന്ത് ചെയ്യുന്നു? യുദ്ധം വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർഷം എന്താണ് സാമൂറൻ ആർമി അറ്റാക്ക് ചെയ്തത് കൊച്ചിയെ? 1503 പക്ഷേ ഈ യുദ്ധത്തിൽ 3ഓളം കൊച്ചി അവിടുത്തെ കിങ്സുകൾ മരിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇത് കൂടാതെ സാമൂറൻ എന്ത് ചെയ്തു? കൊച്ചിയിൽ ഒരു വലിയൊരു ആർമി ഒരു കൺട്രോളിന് നിർത്തിയിട്ട് പോകുന്നു. അപ്പം ഈ സമയത്ത് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ, ദ ടെമ്പിൾ വെർ ദ കിങ് ഓഫ് കൊച്ചിൻ സോട്ട് ടു റെഫ്യൂജ്, ഏത് അമ്പലത്തിലാണ് കൊച്ചി രാജാവ് അഭയം പ്രാപിച്ചിരുന്നത്? അപ്പൊ സാമൂതിരിയും കൊച്ചിയും, അത് കോഴിക്കോട് സാമൂതിരിയും കൊച്ചിയുമായുള്ള യുദ്ധത്തില് 3ഓളം രാജാക്കൻ മരിച്ചുപോയ ആ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട കൊച്ചി രാജാവ് ഭയന്നിട്ട് ഏത് അമ്പലത്തിലാണ് തന്നെ ഒളിത്താവളമാക്കിയത് അല്ലെങ്കിൽ അഭയം തേടിയത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഇലങ്കുന്നുപുഴ ടെമ്പിളാണ്. ഇലങ്കുന്നുപുഴ ടെമ്പിളാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി ഈ പീരീഡിൽ പോർച്ചുഗീസ് നേവൽ ഫോഴ്സ് അൽബുക്കർക്ക് അറൈവ്ഡ് ഇൻ. അപ്പൊ ഇവിടെ എന്താണ് ഈ സമയത്ത് ഇതായപ്പം അൽബുക്കർക്ക് എവിടെ എത്തി? കൊച്ചിയിലെത്തി. അപ്പം പോർച്ചുഗീസുകാരും കൊച്ചി രാജാവുമായിട്ട് നല്ലൊരു റിലേഷനിലാണ്. അപ്പം ഈ സമയത്ത് പോർച്ചുഗീസുകാർ അൽബുക്കർക്ക് അവിടെ എത്തുകയും, അൽബുക്കർക്ക് ഏത് വർഷമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ സെപ്റ്റംബർ 1503 ഇദ്ദേഹം ലാൻഡ് ചെയ്യുന്നതും ഇദ്ദേഹം സ്വാഭാവികമായിട്ടും കൊച്ചി രാജാവിന് വേണ്ടി സാമൂതിരിയോട് പടവെട്ടുകയാണ്. അങ്ങനെ സാമൂതിരി ഇത് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. വീണ്ടും എന്ത് ചെയ്തു? അറൈവ്ഡ് അത് നമ്മൾ പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ സെപ്റ്റംബർ 1503 അൽബുക്കർക്കാണ് പോർച്ചുഗീസിനെ നോവയ്ക്ക് ശേഷം വരുന്നതാണ്, വീണ്ടും അൽബുക്കർക്ക് വരെയാണ് കേട്ടോ. ദ പോർച്ചുഗീസ് സക്സസ്ഫുള്ളി ബ്രോട്ട് ദ കിങ് ഓഫ് കൊച്ചി ആൻഡ് റീസ്റ്റോർഡ് ഹിം ടു ദ ത്രോൺ. അപ്പൊ എന്താണ് ചെയ്യുന്നത്? പോർച്ചുഗീസ് രാജാവ് കൊച്ചി രാജാവിനെ സഹായിക്കുകയും തിരിച്ച് തൻ്റെ രാജ്യവും പൊസിഷനും എല്ലാം നിലനിർത്താനായിട്ട് വീണ്ടും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തന്നെ അവരോഹിക്കുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം, 1503 അൽബുക്കർക്ക് വരുന്നത്. അൽബുക്കർക്കാണ് കൊച്ചി രാജാവിനെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫോർട്ട് മാനുവൽ അഥവാ പള്ളിപ്പുറം ഫോർട്ട്. അപ്പം ഈ കൊച്ചി രാജാവും സാമൂറിനുമായിട്ട് 1503 യുദ്ധം നടക്കുന്നു. യുദ്ധം നടക്കുന്നത് അപ്പൊ സാമൂറിന്റെ ആർമി തന്നെയാണ് ഒരു പടി മുന്നിൽ നിന്നതും. 3 രാജാക്കന്മാർ കൊച്ചിയിൽ മരിക്കപ്പെട്ടു. ഇലങ്കുന്നുപുഴ ടെമ്പിളിൽ പ്രധാനപ്പെട്ട രാജാവ് അഭയം തേടുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ്? പോർച്ചുഗീസുകാർ വരുന്നു. പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിനെ സഹായിക്കുന്നു. തിരിച്ച് തൻ്റെ രാജ്യം നിലനിർത്താൻ പോർച്ചുഗീസുകാരുടെ സഹായം കൊണ്ട് കൊച്ചി രാജാവിന് സാധിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒരു എഫക്റ്റ് ആണെന്നും ദ കിങ് ഓഫ് കൊച്ചിൻ അലൗഡ് ദ പോർച്ചുഗീസ് ടു ബിൽഡ് എ ഫോർട്ട് ഇൻ കൊച്ചി. കൊച്ചിയിൽ ഒരു ഫോർട്ട് കെട്ടാനായിട്ട് അനുവാദം പോർച്ചുഗീസുകാർക്ക് കൊടുക്കുകയാണ് കൊച്ചി രാജാവ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ ക്വസ്റ്റ്യൻ പോയിന്റ് ഏതാണ്? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഫോർട്ട് ബിൽഡ് ബൈ യൂറോപ്യൻസ് ഇന്ത്യ. യൂറോപ്യന്മാരാൽ പണിയപ്പെട്ട ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ഫോർട്ട് ഏതാണടാ? ഫോർട്ട് മാനുവൽ അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട എന്നറിയപ്പെടുന്നതും ഫോർട്ട് മാനുവൽ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്?
നമ്മുടെ ഒരേ ഫോർട്ടാണ്. ഇനി പറയാം ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദിസ്. അപ്പം ഇതിന്റെ വർഷം നിങ്ങൾ ആലോചിച്ച് വെക്കുക, 1503 ഇതിന്റെ ഫൗണ്ടേഷൻ. ഇത് തറക്കല്ലിട്ടത് 27 സെപ്റ്റംബർ 1503. വർഷം സ്ഥിരമായി ചോദിച്ചിട്ടുണ്ട് 1503. അപ്പം ഒരു യൂറോപ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ കോട്ട, ആദ്യത്തെ ഫോർട്ട് മാനുവൽ, അല്ലെങ്കിൽ മറ്റൊരു പേര് പള്ളിപ്പുറം കോട്ട. എന്തുകൊണ്ടാണ് ഫോർട്ട് മാനുവൽ വന്നത്? മാനുവൽ രാജാവിന്റെ ഓടുള്ള ബഹുമാനാർത്ഥം ഫോർട്ട് മാനുവൽ എന്നൊരു പേരും കൊടുത്തു. പള്ളിപ്പുറം കോട്ട എന്നറിയപ്പെടുന്നു. ഇതിന്റെ മറ്റു പേരുകളാണ് അഴീക്കോട്ട, ആയിക്കോട്ട, കൊച്ചി ഫോർട്ട്, പള്ളിപ്പുറം ഫോർട്ട്, വൈപ്പിൻ ഫോർട്ട്. ഈ പേരുകളിലും അറിയപ്പെടുന്നത് ഫോർട്ട് മാനുവൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടുന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. 1503 യുദ്ധത്തിന് ശേഷം കൊച്ചി രാജാവ് പോർച്ചുഗീസിൽ സംപ്രീതനാകുന്നു, ഒരു കോട്ട പണിയാനുള്ള അനുവാദം കൊടുക്കുന്നു. അങ്ങനെ യൂറോപ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ കോട്ട ഫോർട്ട് മാനുവൽ കൊച്ചിയിൽ പണിയപ്പെടുന്നു. മറ്റു പേരുകളാണ് ആഴിക്കോട്ട, അയീക്കോട്ട, കൊച്ചി ഫോർട്ട്, പള്ളിപ്പുറം ഫോർട്ട്, വൈപ്പിൻ ഫോർട്ട്. വർഷം 1503. അപ്പം ഇത് ആരുടെ കാലം? അൽബുക്കർക്കിന്റെ സമയത്താണ് ഈ കോട്ട പണിയുന്നത്. അപ്പൊ ചോദിക്കാം, ആരുടെ റെയിനിലായിരുന്നു? REIGN, ആരുടെ റെയിൻ, ആരുടെ കാലഘട്ടത്തിലായിരുന്നു? അൽബുക്കർക്കിന്റെ കാലഘട്ടത്തിലായിരുന്നു. ഫോർട്ട് മാനുവലിന്റെ മറ്റു പേരുകൾ ഏതെന്ന് കൃത്യമായിട്ട് ഓർത്ത് പഠിക്കുക. എപ്പോഴും ഫോർട്ട് മാനുവൽ എന്ന് ചോദിക്കില്ല, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ആദ്യമായി യൂറോപ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട ഫോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ഫോർട്ട് മാനുവൽ ആണ്. പള്ളിപ്പുറം കോട്ടയും അത് തന്നെയാണ്. മറ്റു പേരുകൾ അഴീക്കോട്ട, ആയിക്കോട്ട, കൊച്ചി ഫോർട്ട്, പള്ളിപ്പുറം ഫോർട്ട്, വൈപ്പിൻ ഫോർട്ട് എന്നിവയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിനെയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹത്തിന്റെ കാലഘട്ടം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 1505, 1509, 1505, 1509. ഇനി ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. 1505 ഫ്രാൻസിസ്കോ അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നിയമിക്കപ്പെട്ടു. ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ഓഫ് ഇന്ത്യ? ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് സെന്റ് ഫ്രാഞ്ചിലോ കോട്ട പണിതു. എവിടെ പണിതു? കണ്ണൂരില്. അപ്പൊ സെന്റ് ആഞ്ചലോ ഫോർട്ട് എവിടെയാണ്? കണ്ണൂരാണ്. ആരുടെ കാലഘട്ടത്തില്? അൽമേഡയുടെ കാലഘട്ടത്തിലാണ്. ഓർക്കുക, വർഷം 1505. മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1505, 1509. ഇനി ഇദ്ദേഹം ഇങ്ങനെ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1508 മിർ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അമീർ ഹുസൈൻ എന്നാണ്. അമീർ ഹുസൈൻ അൽ കുർദി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ ഫ്ലീറ്റിനെ നയിച്ചുകൊണ്ട്, ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണ്? അറബ് മർച്ചൻസിന്. അപ്പൊ അപ്പോഴും കോഴിക്കോടില് സജീവമായിട്ട് അറബ് മർച്ചൻസ് ഉണ്ടായിരുന്നു. അവർക്ക് പോർച്ചുഗീസുകാരുടെ ഈ വരവും അവരുടെ ഈ അധീന എന്താണ് ഇതിന്റെ കൺട്രോളിങ് ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അറബ്സിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സോ അവരുടെ റിക്വസ്റ്റ് പ്രകാരം, അറബ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം പോർച്ചുഗീസുകാർക്ക് എതിരായിട്ട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ആരാണ്? അമീർ ഹുസൈൻ എന്നറിയപ്പെടുന്ന അമീർ ഹുസൈൻ അൽ കുർദി ഒരു ഈജിപ്ഷ്യൻ ഫ്ലീറ്റുമായിട്ട് പോർച്ചുഗീസുകാരെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുക, ഇതിൽ പോർച്ചുഗീസായ ഫ്രാൻസിസ്കോ അൽമേഡ തോറ്റുപോവുകയാണ്. ഈ ഒരു ഇതില് ഇദ്ദേഹം തോൽക്കുന്നു, ഇദ്ദേഹം ഫെയിലറാണ്, ഇദ്ദേഹം ഫെയിലായി പോവാണ് ചെയ്യുന്നത്. പക്ഷേ വിത്തിൻ 1 ഇയർ, ഒരു വർഷം കൊണ്ട് ഇതിനുശേഷം എന്താണ്? അമീർ ഹുസൈൻ അയാൾക്കും അദ്ദേഹത്തിനും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വിത്തിൻ 1 ഇയർ 1509 ആയപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും അൽമേഡ എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം തോപ്പിച്ചിട്ട് വീണ്ടും ആ ഒരു കൺട്രോൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. ബാറ്റിൽ ഓഫ് ഡിയു ഇൻ 1509. ഇൻ ദ ബാറ്റിൽ ഓഫ് ഡിയു ഹി ഡിഫീറ്റഡ് ദ ജോയിന്റ് ഫ്ലീറ്റ്സ് ഓഫ് റൂളേഴ്സ് ഓഫ് ഈജിപ്റ്റ്, കാലിക്കറ്റ് ആൻഡ് ഗുജറാത്ത്. അപ്പോൾ ഇവിടെയുള്ള കാലിക്കറ്റിലെ സാമൂതിരിയും ഈജിപ്റ്റും ഗുജറാത്തും അല്ല, ഇവരുടെ ആ ഒരു ജോയിന്റ് ഫ്ലീറ്റിനെ നമ്മുടെ അൽമേഡയുടെ നേതൃത്വത്തിൽ തോൽപ്പിക്കുകയാണ് 1509. അതിനുശേഷം ഇദ്ദേഹത്തിന് മനസ്സിലായി, അല്ലെ, ഒരു കൺട്രോൾ വേണം. അതിനു വേണ്ടി ഇദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ടുവരികയാണ്. അതിന്റെ പേരാണ് ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി. എവിടെയാണ് ബ്ലൂ വാട്ടർ കാണപ്പെടുന്നത്? കടലിൽ, അല്ലെ. അപ്പൊ കടലിന്റെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെ. നമ്മൾ പറഞ്ഞു കടൽ മാർഗം ഇന്ത്യയിൽ ഉള്ള ആദ്യ വഴി കണ്ടെത്തിയ വ്യക്തിത്വങ്ങളാണ് യൂറോപ്പ്. അപ്പൊ കടൽ മാർഗത്തിൽ തങ്ങളുടെ കൺട്രോളിനെ ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഒരു പുതിയ നിയമം അൽമേഡ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിന്റെ
പേരാണ് ബ്ലൂ വാട്ടർ പോളിസി. അപ്പൊ ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ബ്ലൂ വാട്ടർ പോളിസി ടു സ്ട്രെങ്തൻ പോർച്ചുഗീസ് നേവൽ. അപ്പൊ പോർച്ചുഗീസ് നേവൽ ഫോഴ്സിന്റെ അവരുടെ അധികാരത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി 1509 കൊണ്ടുവന്ന നിയമമാണ് ബ്ലൂ വാട്ടർ പോളിസി. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലൂ വാട്ടർ പോളിസി സ്ഥിരമായിട്ടുള്ള സജീവ സാന്നിധ്യമായിരുന്നു ഒരിടയ്ക്ക്. ക്വസ്റ്റ്യൻ, ഓക്കെ, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അൽമേഡ. മേഡയിലല്ലേ ആളുകൾക്ക് താമസിക്കും, അപ്പൊ അവിടെയല്ലേ വെള്ളം വേണ്ടത്. അപ്പൊ ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നതാണ് അൽമേഡ. ബ്ലൂ വാട്ടർ പോളിസി അൽമേഡ, വർഷം 1509. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു പഠിക്കുക. ഇവർക്ക് ആ ഒരു പോളിസിന് ശേഷം ഈ ഒരു കൺട്രോൾ ഏകദേശം 100 വർഷം, യഥാർത്ഥത്തിൽ 100 വർഷമല്ലടാ, ഏകദേശം ഒരു ഒന്നര നൂറ്റാണ്ടോളം പോർച്ചുഗീസുകാരെ ഇവരുടെ കൺട്രോളിലാക്കാൻ, എന്താണ്, സമുദ്രത്തിൻ്റെ ആ ഒരു റൂട്ട് കൺട്രോളിലാക്കാൻ ഇവരെ സഹായിച്ചു എന്ന് വരെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം 1509 അൽമേഡ ഇന്ത്യ വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ വിടുന്ന വർഷം ഏതാണ്? 1509 ഇന്ത്യ ഇദ്ദേഹം വിടുന്നത്. ഇദ്ദേഹം മരിക്കുന്നത് 1515. അപ്പൊ അൽമേഡ ഇന്ത്യ വിട്ടുപോയി. അദ്ദേഹം മരിച്ച വർഷം ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇദ്ദേഹം ഇന്ത്യ വിട്ടുപോയതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പം ഇത്രയും ഇനി നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കിയിട്ട് വരാം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാം. 1498 കാലിക്കറ്റ് കാപ്പാടാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ ആദ്യമായിട്ട് വരുന്നത്. അവരുടെ ലക്ഷ്യം എന്താ തന്നെയാണ്? ഏഷ്യയും യൂറോപ്പുമായിട്ടുള്ള കച്ചവട ബന്ധം പുനർക്രമീകരിക്കുക എന്നതാണ്. എന്നാൽ ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ ആദ്യമായിട്ട് അതിന് നീക്കം നടത്തിയ വ്യക്തി ആരാ എന്ന് ചോദിച്ചാൽ അത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. പിന്നെ അതിന് കാരണമായത് എന്താണ് എന്ന് ചോദിച്ചാൽ കോൺസ്റ്റാന്റിനോപ്പിൾ, റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ബൈസാന്റിയം എന്നും അറിയപ്പെട്ടിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, നിലവിൽ ഇസ്താംബൂൾ എന്നറിയപ്പെടുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികൾ ഈ ബൈസാന്റിയം അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കൈയടക്കുന്നു. വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1453 കൈയടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഭാഗത്ത് കൂടെ പോകുന്ന ഇതിന് വളരെ വലിയ എമൗണ്ട് ഓഫ് ടാക്സുകൾ ലെവി ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് പുതിയൊരു മാർഗം കണ്ടെത്തുന്നതിന്റെ ആവശ്യകത ഓരോ യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഇടയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയായിട്ട് മാറുന്നു. അപ്പൊ ഇതിന് ആദ്യമായിട്ട് ഒരു ആൻസർ കൊടുത്തത് ബർത്തലോമിയ ഡയസ് ആണ്. ഇദ്ദേഹം 1487 തന്റെ പായ്വഞ്ചി കപ്പലിൽ യാത്ര തിരിക്കുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ 1488 കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുൻപ് ഇദ്ദേഹം കണ്ടെത്തുന്നു. പക്ഷേ ഇദ്ദേഹം അന്നത്തെ ക്ലൈമറ്റും ഭയങ്കര കൊടുങ്കാറ്റായതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കുന്നില്ല. തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയിട്ട് തന്റെ രാജാവിനോട് പറയുകയാണ്, ഞാനൊരു വഴിയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ആഫ്രിക്കയുടെ ഏറ്റവും താഴത്തുള്ള ഒരു മുനമ്പുണ്ട്, അത് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലേക്ക് വളരെ എളുപ്പത്തിൽ സീ റൂട്ട് വഴി യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷെ അവിടുത്തെ അത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പാതയാണ്, ക്ലൈമറ്റ് നമുക്ക് ഒട്ടും അനുകൂലമായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അത് ഒരു പ്രതീക്ഷ നൽകുന്നതായതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് രാജാവ് അതിനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷ മുനമ്പ് എന്നാണ് അദ്ദേഹം അതിന് പേരിടുന്നത്. പിന്നീട് 1488 10 വർഷങ്ങൾക്ക് ശേഷം 1497 ഇദ്ദേഹം ആരാണ്? ലിസ്ബണിൽ നിന്നും വാസ്കോഡ ഗാമ, അന്നത്തെ രാജാവായിരുന്ന ഡോം മാനുവലിന്റെ ഉപദേശപ്രകാരം വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ്. സീ റൂട്ട് വഴിയാണ് യാത്ര ചെയ്യുന്നത്. ഇദ്ദേഹം കൃത്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് വാസ്കോഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച രാജാവ് പോർച്ചുഗീസ് രാജാവായിരുന്നു ഡോം മാനുവൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? ഇന്ത്യയും അല്ലെങ്കിൽ ഏഷ്യയുമായിട്ട് കച്ചവട ബന്ധം പുലർത്തുക എന്നത് തന്നെയാണ് അൾട്ടിമേറ്റ് ഉദ്ദേശം. അങ്ങനെ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടി, കൃത്യമായി പറഞ്ഞാൽ 1498 മെയ് 20 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ 3 കപ്പലുകൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ തീരങ്ങളിൽ നങ്കൂരമിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ വന്ന കൃത്യമായിട്ടുള്ള റൂള് പറഞ്ഞാൽ ആദ്യം വന്നത് പോർച്ചുഗീസുകാർ, പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ, മൂന്നാമത് വന്നത് ബ്രിട്ടീഷുകാർ, ഷീമക്കാർ എന്നും ഇംഗ്ലീഷുകാർ എന്നും വെള്ളക്കാർ എന്നും അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ, നാലാമത് വന്നത് ഫ്രഞ്ചുകാർ, അവരറിയപ്പെടുന്നത് പരന്ത്രീസുകാർ. അപ്പൊ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്.
ഇനി ആദ്യമായി കടൽ മാർഗം ഇന്ത്യയിൽ വന്ന വ്യക്തിത്വങ്ങൾ ആരാണ്, അല്ലെങ്കിൽ ഏത് യൂറോപ്യൻ ശക്തിയാണ് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ്. എന്നാൽ ആദ്യമായി ഇന്ത്യയോട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന വിദേശികൾ എന്ന് ചോദിച്ചാൽ, ഫോറിനേഴ്സ് അഥവാ വിദേശികൾ ആര് എന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. അതായത് ചൈനക്കാരും അറബികളും ഇന്ത്യക്കാരുമായിട്ട് അല്ലെങ്കിൽ കേരളമായിട്ടൊക്കെ ആദ്യമേ തന്നെ കച്ചവട ബന്ധം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പൊ വിദേശികളാണ് ചോദിക്കുന്നതെങ്കിൽ അത് അറബികളാണ്. എന്നാൽ യൂറോപ്യൻസ് ആരാണ്, ആദ്യ യൂറോപ്യന്മാരാര് എന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസ് ആരാണ്. അപ്പൊ ഫസ്റ്റ് യൂറോപ്യൻ. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. മറ്റൊരു ചോദ്യം, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കടന്ന് ഇന്ത്യയിലെത്തുന്ന ആദ്യ യൂറോപ്യന്മാർ, അതും പോർച്ചുഗീസുകാർ. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പിന്നെ വാസ്കോഡ ഗാമ, ഇദ്ദേഹം കൃത്യമായി ഡേറ്റ് പറയുന്നു 1498 മെയ് 20 കൃത്യമായിട്ട് ഇദ്ദേഹം എത്തുന്നത്. കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് ഇദ്ദേഹം കൃത്യമായി ആദ്യമായി എത്തുന്നത്. ഇവർ നങ്കൂരമിടുന്നത് കൊല്ലത്താണ്. പക്ഷെ ഇദ്ദേഹം കൃത്യമായിട്ട് കാല് കുത്തുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടിലെ കാപ്പാട് ബീച്ചാണ്. ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ചേമഞ്ചേരി പഞ്ചായത്ത് എന്ന് ഓർക്കുക. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചത് കലൈക്കുറ്റെന്നും കാപ്പാടിനെ വിളിച്ചത് കാപ്യ എന്നുമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് KM പണിക്കർ. KM പണിക്കർ, ഹിസ്റ്റോറിയനായ KM പണിക്കർ എന്താണ് പറഞ്ഞത്? വാസ്കോഡ ഗാമ യുഗത്തിന്റെ, ഏഷ്യയിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ പിറവി അല്ലെങ്കിൽ തുടക്കമെന്ന് ഈ സംഭവത്തെ വിശേഷിപ്പിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ചരിത്രകാരനായ KM പണിക്കറാണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചത് യൂറോപ്യൻ ശക്തികളാണ്. ഏറ്റവും കൂടുതൽ കാലം, ലോങ്സ്റ്റ് ടേം ഇന്ത്യ ഭരിച്ച യൂറോപ്യൻ ശക്തികൾ ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. ഏകദേശം 463 വർഷങ്ങൾ അവർ ഇന്ത്യ ഭരിച്ചിരുന്നു. കാലഘട്ടം കൃത്യമായിട്ട് ചോദിച്ചാൽ 1498 മെയ് 20 വന്നവർ 1961 ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ വഴി നമ്മുടെ ഗോവ വിമോചന സമരം എന്നൊക്കെ കേട്ടില്ലേ? ഗോവ നമ്മൾ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. കൃത്യമായ ഡേറ്റ് പറയുന്നെങ്കിൽ 19 ഡിസംബർ 1961 ഇത് നമ്മൾ ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓർത്ത് വെക്കുക. അതുപോലെ പിന്നെ ചോദിക്കുക, ആദ്യം വന്നവർ അവസാനം പോയവർ ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരാണ്. പറങ്കികൾ പോർച്ചുഗീസുകാർ. ഇനിയും പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 1628 1628. പിന്നെ നമ്മൾ വാസ്കോഡ ഗാമയുടെ ആദ്യ വിസിറ്റ് പഠിച്ചു. അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹം നങ്കൂരമിട്ടത് എവിടെയാണ്? പന്തലായിനി കൊല്ലത്താണ്. ഇന്ന് നിലവിൽ അത് കൊയിലാണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള വർഷം പഠിക്കും. ഇനി പഠിക്കേണ്ട, അദ്ദേഹം തന്റെ ചരിത്രപ്രധാനമായ യാത്ര തിരിച്ചത് എവിടെ നിന്നാണ്? ലിസ്ബണിൽ നിന്നുമാണ്. വർഷം 1497. പിന്നെ ഗാമ വന്ന് സഞ്ചരിച്ചിരുന്ന ഷിപ്പിന്റെ പേരാണ് സെന്റ് ഗബ്രിയൽ. അതിനെ അന്വയിച്ചു കൊണ്ടുവന്ന മറ്റ് 2 ഷിപ്പുകളുടെ പേരാണ് സെന്റ് റാഫേലും സെന്റ് ബറിയോന്നും. സാവോ റാഫേൽ എന്നും സാവോ ബറിയോ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, ഇതേ സെയിം സെന്റ് റാഫേലും സെന്റ് ബറിയോ ആണ്. അപ്പൊ ഗാമ വന്നത് ഗബ്രിയേലാണ്, സെന്റ് ഗബ്രിയേലാണെന്ന് ഓർക്കുക. ഇനി ഈ മാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇത് ഗാമയുടെ കാലഘട്ടത്തിലെ ഇന്ത്യൻ മാപ്പായിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഗാമ വരുന്ന സമയത്തുള്ള സാമൂതിരി ആരായിരുന്നു എന്ന് എടുത്തു ചോദിച്ചാൽ അത് മാനവിക്രമനായിരുന്നു. ആ കാലഘട്ടത്തിലെ കോഴിക്കോട് നിലനിന്നത് ഏതായിരുന്നു? നെടിയിരുപ്പ് സ്വരൂപമായിരുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഗാമയ്ക്ക് പ്രത്യേകിച്ച് വലിയ വെൽക്കം ഒന്നും ആരിൽ നിന്ന് കിട്ടിയില്ല, സാമൂതിരിയിൽ നിന്നും കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം കോഴിക്കോട് വിടുന്നു. ഓഗസ്റ്റ് മാസത്തോടു കൂടി കോഴിക്കോട് വിടുകയും ഇദ്ദേഹം നേരെ എവിടെ എത്തുകയാണ് ചെയ്യുന്നത്? ഇദ്ദേഹം കണ്ണൂരിലെത്തുകയാണ് ചെല്ലുന്നത്. കണ്ണൂരിലെ കോലത്തിരി രാജാവ് ഇദ്ദേഹത്തിന് ഒരു വാം വെൽക്കം ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം കോലത്തിരി ഇദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓഫർ ചെയ്യുന്നു. അതിനുശേഷം നവംബർ മാസത്തോടു കൂടി തൻ്റെ രാജ്യത്തേക്കുള്ള യാത്ര തിരിക്കുകയാണ് വാസ്കോഡ ഗാമ. അദ്ദേഹം 1499 കൂടി എവിടെ എത്തുന്നു? നമ്മൾ വീണ്ടും തൻ്റെ രാജ്യമായ ലിസ്ബണിലേക്ക് എത്തുന്നു. പിന്നെ എന്ത് പഠിച്ചു നമ്മൾ? ഗാമ ഇവിടെ വന്നതിൻ്റെ 60 ഇരട്ടി പ്രോഫിറ്റുമായിട്ടാണ്, തൻ്റെ ചിലവായതിൻ്റെ 60 ഇരട്ടി പ്രോഫിറ്റുമായിട്ടാണ് ഗാമ ഇന്ത്യ വിടുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട രണ്ടാമത്തെ വ്യക്തിത്വം പെഡ്രോ അൽവാരസ് കബ്രാളാണ്. ഗാമയ്ക്ക് ശേഷം ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് നാവികനാണ് കബ്രാളിനെ ഇന്ത്യയിലേക്ക് സെക്കൻഡായിട്ട് ഡോം മാനുവൽ പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്.
1500 കബ്രാൽ കോഴിക്കോട് എത്തുകയും സാമൂതിരിയുമായിട്ട് ഒരു ഫാക്ടറിയൊക്കെ തുടക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു ചെറിയ ഒരു ട്രീറ്റിയൊക്കെ വെക്കാന്നൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് കബ്രാളിന്റെ റെപ്രസെന്റേറ്റീവായ ഐറിസ് കൊറിയയാണ്. പക്ഷേ സാമൂതിരിയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന അറബ്സിന് ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് പോർച്ചുഗീസ് കോഴിക്കോടിനെ എന്ത് ചെയ്യുന്നു, കോഴിക്കോട് നിന്നും കബ്രാൾ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ കൊച്ചിയിൽ വന്ന കബ്രാൾ ഡിസംബർ 25 കബ്രാൾ കൊച്ചിയിൽ വരികയാണ് ചെയ്യുന്നത്. കൊച്ചിയിൽ ഒരു ട്രേഡിംഗ് പോസ്റ്റൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മൂന്നാമതായിട്ട് കബ്രാൾ ഇവിടുന്ന് യാത്ര തിരിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ തേർഡ് എക്സ്പെഡിഷൻ ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തത് നോവയാണ്. മൂന്നാമത് വന്നത് ജവോഡ നോവയാണ്. ഇദ്ദേഹത്തിന് സാമൂതിരിയുടെ ഹോസ്പിറ്റാലിറ്റിയെ കുറിച്ചൊക്കെ നല്ല അറിവുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം കോഴിക്കോട് അധികമായിട്ട് തങ്ങിയില്ല. ഇദ്ദേഹം നേരെ എങ്ങോട്ടാണ് പോയത്, കൊച്ചിയിലും കണ്ണൂരും ഒക്കെ ആയിട്ടാണ് ഇദ്ദേഹം തന്റെ കച്ചവട ബന്ധത്തിനായിട്ട് എത്തിച്ചേർന്നത്. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് വാസ്കോഡ ഗാമയുടെ രണ്ടാം വരവാണ്. 1502 ഗാമ രണ്ടാമതായിട്ട് ഇന്ത്യയിൽ വരുന്നത്. അദ്ദേഹം ആ സമയത്ത് 5 ദ്വീപിലാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വന്നത് കാപ്പാടാണ് ലാൻഡ് ചെയ്തത്. സെക്കൻഡ് 5 ദ്വീപിലാണ്. ഗോവയ്ക്കടുത്തുള്ള ഒരു ഐലൻഡാണ് 5 ദ്വീപ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം ആദ്യം കണ്ണൂരിൽ ചെല്ലുന്നു. കോലത്തിരി വളരെ നല്ല രീതിയിലാണ് ഇദ്ദേഹത്തിനെ വെൽക്കം ചെയ്യുന്നത്. അപ്പൊ കോലത്തിരിയായിട്ട് കൊച്ചിയായിട്ടൊക്കെ നല്ല കൊച്ചിക്ക് കൊടുക്കുന്ന അതേ പ്രൈസിൽ പെപ്പറും മറ്റ് ഗുഡ്സും എല്ലാം കൊടുക്കാമെന്ന് ഇവർ ട്രീറ്റി എല്ലാം ഓർഗനൈസ് ചെയ്യുന്നു. അതിനുശേഷം ഗാമ എന്ത് ചെയ്യുന്നു, കാലിക്കറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് നമ്മുടെ സാമൂതിരി ഒന്നുകൂടി കാണാൻ പോവുകയാണ്. പക്ഷേ സാമൂതിരി അപ്പോഴും നല്ല രീതിയിലല്ല ഗാമയെ ഇൻവൈറ്റ് ചെയ്തത്. സോ ഗാമ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കോഴിക്കോടിനെ. അവിടെ ചെറിയ ഒരു രൂക്ഷമായ കുറച്ച് പ്രോബ്ലംസ് എല്ലാം അവിടെ ഉണ്ടാവുന്നു. കുറച്ച് പേര് കുട്ടികളും കുഞ്ഞുങ്ങളും അതുപോലെ കുറെ ആളുകളെല്ലാം മരിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഗാമ എന്ത് ചെയ്യുന്നു, കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചി രാജാവുമായിട്ട് മറ്റൊരു ട്രീറ്റിയിൽ ഏർപ്പെടുന്നു. അദ്ദേഹം അതിനുശേഷം വീണ്ടും തനിക്ക് കിട്ടിയ ലാഭവുമായിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ലിസ്ബണിലേക്ക് ഗാമ രണ്ടാം വരവും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ്, ഗാമയ്ക്ക് പിന്നാലെ കൊച്ചിയും കോഴിക്കോടും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ചെയ്യുന്നത്. കാര്യം കൊച്ചി രാജാവും പോർച്ചുഗീസുകാരുമായിട്ടുള്ള റിലേഷൻസ് ഒന്നും ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല, കോഴിക്കോട് സാമൂതിരിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സാമൂതിരി എന്ത് ചെയ്യുന്നു, കൊച്ചിയോട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അതിനെ കൊച്ചി നിരാകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊച്ചി 1503 അറ്റാക്ക് ചെയ്യുകയും സാമൂതിരി കുറച്ചും കൂടി പവർഫുൾ ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലുള്ള 3 രാജാക്കന്മാരെയും കൊല്ലുകയും പ്രധാനപ്പെട്ട കൊച്ചിയിൽ തന്റെ ആധിപത്യം ഒരു പരിധിവരെ നേടിയെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കൊച്ചി രാജാവ് ഇതിന്റെ ഭാഗമായി കൊച്ചി കോഴിക്കോട് യുദ്ധത്തിന്റെ ഭാഗമായി കൊച്ചി രാജാവ് അഭയം പ്രാപിച്ച അമ്പലം ഏത് എന്ന് ചോദിച്ചാൽ അത് എളങ്കുന്നപ്പുഴ ടെമ്പിളിലാണ് കൊച്ചി രാജാവ് അഭയം പ്രാപിക്കുന്നത്. ഈ സമയത്ത് അൽബൂക്കർക്ക് കൊച്ചിയിലെത്തുകയും അൽബൂക്കർക്ക് 1503 സെപ്റ്റംബർ മാസത്തോടുകൂടിയാണ് കൊച്ചിയിലെത്തുന്നത്. സാമോറിന്റെ ആർമി അതോടുകൂടി തന്നെ റിട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അൽബൂക്കർക്കിന്റെ നേതൃത്വത്തിൽ കൊച്ചി രാജാവിനെ തന്റെ ത്രോണിലേക്ക് വീണ്ടും എത്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ് നമ്മൾ കണ്ടത്? പിന്നെ കണ്ടത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാം, ഈ തൻ്റെ രാജ്യവും അവകാശവും എല്ലാം തിരിച്ചു കൊടുത്ത പോർച്ചുഗീസുകാരോട് കേരളത്തിൽ ഒരു കോട്ട പണിയാനുള്ള അനുവാദം ആര് കൊടുക്കുന്നു? കൊച്ചി രാജാവ് കൊടുക്കുന്നു. അങ്ങനെ യൂറോപ്യന്മാരാൽ നിർമ്മിതമായ ആദ്യത്തെ കോട്ട, ഫസ്റ്റ് ഫോർട്ട് ബിൽഡ് ചെയ്യപ്പെടുന്നു. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1503 ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ടാണ്. പള്ളിപ്പുറം ഫോർട്ട് എന്നാണ് പേര്. പോർച്ചുഗീസ് രാജാവിന്റെ ബഹുമാനാർത്ഥം അതിനെ ഫോർട്ട് മാനുവൽ എന്നും അറിയപ്പെടുന്നു. പള്ളിപ്പുറം കോട്ടയുടെ മറ്റു പേരുകൾ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഴിക്കോട്ട എന്നും ആയിക്കോട്ട എന്നും കൊച്ചി ഫോർട്ട് എന്നും പള്ളിപ്പുറം ഫോർട്ട് എന്നും വൈപ്പിൻ ഫോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരേ ഒരു ഫോർട്ട് തന്നെയാണ് അത് പള്ളിപ്പുറം ഫോർട്ടാണ്. അപ്പൊ വർഷം 1503 ആരാണ് നിർമ്മിച്ചത്? പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാരാൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ കോട്ട കൊച്ചിയിലുള്ളതാണ് അല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ എന്തൊക്കെ പിന്നെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1505 1509 ആണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് പോയിന്റ് ആണ്. ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ഇൻ ഇന്ത്യ ഫ്രാൻസിസ് ഡി അൽമേഡ. തന്റെ മേട ഉറപ്പിച്ചെന്ന് ആലോചിച്ചാൽ മതി. ആദ്യമായിട്ട് മേടയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ച വ്യക്തി. ആദ്യം ഒരു മേട വേണമല്ലോ, എന്നിട്ടല്ലേ ബാക്കിയല്ല. അപ്പൊ ആദ്യമായിട്ട് ഒരു വൈസ്രോയി ആവാൻ ഒരു മേട ഉറപ്പിച്ച വ്യക്തി ആരാണ്? അൽമേഡ എന്ന് പറയാം. ഇദ്ദേഹമാണ് സെന്റ്
സെന്റ് ആഞ്ചലോ ഫോർട്ട് നിർമ്മിക്കപ്പെട്ടത് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പണ്ടെല്ലാം. അപ്പം അത് കണ്ണൂരിലാണ്. വർഷം 1505 അപ്പൊ സെന്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ 1505 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ മിർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അമീർ ഹുസൈൻ അൽ കുർദി എന്നാണ്. ഇദ്ദേഹം നമ്മുടെ അറബ് മെർച്ചൻസിന്റെ റിക്വസ്റ്റ് പ്രകാരം ഈജിപ്ഷ്യൻ ഫ്ലീറ്റുമായിട്ട് ഈ അൽമേഡയെ ആക്രമിക്കുകയാണ്. അതിൽ അൽമേഡ തോക്കുകയാണ് ചെയ്യുന്നത്. 1508 ഈ സംഭവം നടക്കുന്നത്. ഈ മിർ ഹുസൈനിന്റെ ഫ്ലീറ്റിന് നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. 1509 തന്റെ എല്ലാ ബാറ്റിൽ ഓഫ് ഡിയു വിജയിച്ചുകൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം അൽമേഡ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മനസ്സിലാക്കുന്നു ഇവിടെ ഈ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യകത. അങ്ങനെ ബ്ലൂ വാട്ടർ പോളിസി എന്നൊരു പുതിയ നിയമം പോർച്ചുഗീസ് നേവലിനെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവരികയാണ് 1509. നമുക്ക് ചോദ്യമായിട്ട് ഇങ്ങനെ ചോദിക്കാം, ബ്ലൂ വാട്ടർ പോളിസി ആരാണ് കൊണ്ടുവന്നത്? അതാരാണ്? അൽമേഡയാണ് കൊണ്ടുവന്നത്. ഏത് വർഷമാണ് കൊണ്ടുവന്നത്? 1509 കൊണ്ടുവന്നത്. ഓക്കെ, അതിനുശേഷം ഏകദേശം 100 വർഷം എന്ന് പറഞ്ഞ ഒരു 1.5 നൂറ്റാണ്ടോളം അവരുടെ കൺട്രോളിലായിരുന്നു നമ്മുടെ സമുദ്രത്തിന്റെ അതിർത്തികൾ എന്ന് വേണമെങ്കിൽ പറയാം. 1509 അൽമേഡ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. 1515 അൽമേഡ അന്തരിച്ചു. ഇനി നമ്മൾ ആദ്യം പോയില്ലേ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയില്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് ആൻസർ ചെയ്തിട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: വാസ്കോ ഡ ഗാമ ഫസ്റ്റ്ലി ലാൻഡഡ് അറ്റ് കാലിക്കറ്റ് ഇൻ ദി ഇയർ. കാലിക്കറ്റിൽ ഏത് വർഷമാണെടാ? നമുക്കറിയാം അല്ലേ? 1498 മെയ് 20. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയ് 20 ഏത് ബീച്ചാണെടാ? കാപ്പാട് ബീച്ചാണ് കേട്ടോ. കാപ്പാട് ബീച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്ത് വെച്ച് പഠിക്കുക. കാപ്പാട് ബീച്ച്, ഈ ഡേറ്റ് ഓർത്തു വെക്കുക. ആദ്യം വന്ന വ്യക്തി വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഏത് യൂറോപ്യൻ ശക്തിയായിരുന്നു? പോർച്ചുഗീസ് ആയിരുന്നു. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? പോർച്ചുഗീസ് ആയിരുന്നു. പോർച്ചുഗീസ് ഈ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര് എന്നാണ് ചോദ്യം. ആരാണിടാ? പെഡ്രോ ആൽവാരസ് കബ്രാൾ. രണ്ടാമത് ഇന്ത്യയിൽ എത്തുന്ന വ്യക്തിയാണ് പെഡ്രോ ആൽവാരസ് കബ്രാൾ. മൂന്നാമത് നോവയാണ്. അപ്പൊ 3 പേര്, ആദ്യം വന്ന 3 പേര് കൃത്യമായിട്ട് ഗാമ, അതുപോലെ കബ്രാള്, നോവ. നിങ്ങൾ ഓർത്ത് വെച്ചോ, ഗാമ ഫോർ ജി, കബ്രാൾ ഫോർ സി, നോവ ജവോഡ നോവ. അപ്പം ഇത് 3 ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ്. സ്റ്റേറ്റ്മെന്റിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം തന്നാൽ നമുക്ക് 1 മാർക്കും പോകാൻ പാടില്ല. അപ്പം അതിനു വേണ്ടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം പെഡ്രോ ആൽവാരസ് കബ്രാളാണ് വാസ്കോ ഡ ഗാമയുടെ പിൻഗാമിയായിട്ട് ഏത് വർഷം നമ്മൾ പറഞ്ഞല്ലേ 1500 ഇന്ത്യയിൽ എത്തിയത്. മൂന്നാമത്തെ ചോദ്യം: ഏത് ഷിപ്പിലാണ് ഗാമ തന്റെ ആദ്യത്തെ യാത്ര ആരംഭിച്ചത്? ഗാമ ഗബ്രിയൽ. നമ്മൾ പറഞ്ഞു സാവോ ഗബ്രിയൽ. ഞാൻ പറഞ്ഞില്ലേ സെന്റ് ഗബ്രിയൽ എന്നും പറയും. സെന്റ് ഗബ്രിയൽ തന്നെയാണ് സാവോ ഗബ്രിയൽ. അപ്പൊ ഗാമ വന്നത് ഏതിലാണടാ? ഗാമ വന്ന ഗബ്രിയലാണ്. ഗാമ ഗബ്രിയൽ. ഇത് കൂടാതെ രണ്ട് ഇതും കൂടെ വന്നല്ലേ, സെന്റ് റാഫേലും വന്നു, അതുപോലെ തന്നെ ബറിയോ. ഗബ്രിയലിനെ, അതായത് ഗാമ വന്ന ഗബ്രിയലിനെ കൂടെ വന്ന 2 ഷിപ്പുകളാണ് സാവോ റാഫേലും സാവോ ബറിയും, അല്ലെങ്കിൽ സെന്റ് റാഫേലും സെന്റ് ബറിയും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു കഥ പോലെയാണ് പറഞ്ഞു വന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കൂടുതൽ വ്യക്തിത്വങ്ങളെയും കൂടുതൽ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നല്ലോണം എല്ലാവരും പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളെ വിലയിരുത്തുക. ഓരോ ദിവസവും പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഇത്രയും പഠിച്ചു, അതിൻ്റെ ഏത് നിലവാരം വരെ പഠിച്ചു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.